ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കാൽനൂറ്റാണ്ട് കാലമായി ജിദ്ദയിലെ പ്രവാസികൾക്കിടയിൽ വൈവിധ്യമാർന്ന പ്രബോധന പ്രവർത്തനങ്ങളുമായി നിലകൊള്ളുന്നു ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ അമൂല്യ ശേഖരം. സെന്ററിന്റെ ഓഡിയോ ആൻഡ് വീഡിയോ, പ്രഗത്ഭ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളടങ്ങിയ ഓഡിയോ വീഡിയോ സീരീസ്, ഓഡിയോ ആൻഡ് വീഡിയോ കാസറ്റുകൾ. 10 റിയാലടച്ച് സെന്ററിന്റെ ലൈബ്രറിയിൽ അംഗമാകുക. 6 മാസ കാലയളവിൽ യഥേഷ്ടം കാസറ്റുകൾ തിരഞ്ഞെടുക്കുകയും തിരിച്ചേൽപ്പിക്കുകയും ചെയ്യാവുന്ന അതുല്യമായ സംവിധാനം. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം ഉപയോഗിക്കൂ. ബന്ധപ്പെടുക ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് പിൻവശം, മദീന റോഡ്. السلام عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ പുണ്യത്തിൻ്റെ മാസമായ റമദാനിൽ ഈ സന്ധ്യയിൽ ഇവിടെ ഒത്തുചേരാനും അല്ലാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനും അവസരം ലഭിച്ചതിന് സർവശക്തനെ സ്തുതിക്കുകയും ഇസ്ലാഹി സെന്ററിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നിവിടെ ചർച്ച ചെയ്യേണ്ടത് സംഘടന തിന്മയോ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഹയി നൽകി പ്രബോധനം ചെയ്യുന്നതിനു വേണ്ടി നിയോഗിച്ചതു മുതൽ അവിടുന്ന് തൻ്റെ ഭാര്യയോടും കുടുംബത്തോടും കൂട്ടുകാരോടും ബന്ധുക്കളോടും മക്കയിൽ താമസിച്ചിരുന്ന മറ്റുള്ള ആളുകളോടും അവിടെ നിന്ന് പുറത്തിറങ്ങി വിവിധ ദിക്കുകളിൽ നേരിട്ടും ദൂതന്മാരെ നിയോഗിച്ചും അല്ലാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്യുകയായിരുന്നു. ഈ പ്രവർത്തനം അവിടുന്ന് തുടങ്ങിയത് മുതൽ ഉള്ള ആളുകളെ സാധിക്കുന്ന വിധത്തിൽ ഒരുമിപ്പിച്ച് സംഘടിപ്പിച്ച് ആ പ്രവാചകന്റെ നേതൃത്വത്തിന് കീഴിൽ
അവിടുന്ന് നൽകുന്ന നിർദ്ദേശമനുസരിച്ച് സംഘടിതമായിട്ടാണ് പ്രവർത്തിച്ചു പോന്നിരുന്നത് എന്ന് ഇസ്ലാമിക ചരിത്രം വായിച്ചിട്ടുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതാണ്. മക്കായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യകാലത്ത് ഒരു ഭരണം സ്ഥാപിക്കുവാൻ സാധിച്ചിട്ടില്ല. ഒരു ഭരണാധികാരി എന്നുള്ള നിലക്കല്ല അവിടെ പ്രവാചകൻ വർത്തിച്ചിരുന്നത്. എന്നാൽ ആ നാട്ടിലുള്ള ആ സാഹചര്യത്തിൽ ഇസ്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾ മറ്റുള്ളവരുടെ എതിർപ്പുകൾ ഭയന്നുകൊണ്ട് പലപ്പോഴും അടിമകളായ വിശ്വാസികൾ യജമാനന്മാർ കാണാത്ത വിധത്തിൽ രഹസ്യമായി ഇരുട്ടിന്റെ മറവിൽ റസൂലുള്ള താമസിക്കുന്ന സ്ഥലത്ത് അർഖമിന്റെ വീട്ടിൽ വന്ന് പ്രവാചകനോടൊപ്പം സമയം ചെലവഴിക്കുകയും പിന്നീട് പരസ്യ പ്രബോധനത്തിന് കൽപ്പന ലഭിച്ചതു മുതൽ അവിടുന്ന് പുറത്തിറങ്ങി ആളുകളോട് ഈ സന്ദേശം പറഞ്ഞു തുടങ്ങുകയായിരുന്നു. ഈ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് കാണാവുന്നത് നബിയിൽ വിശ്വസിച്ച ആളുകളെ നബി സംഘടിപ്പിച്ചുകൊണ്ട് അവർ എങ്ങനെ നീങ്ങണം, എന്ത് ചെയ്യണം എന്ന് ആ പ്രവാചകന്റെ നിർദ്ദേശമനുസരിച്ച് ആ നേതൃത്വം അംഗീകരിച്ച് പ്രവർത്തിച്ചു പോരുകയായിരുന്നു. എന്നാൽ മക്കായിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നതിന് ശേഷം അവിടുത്തെ സാഹചര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ള സമൂഹങ്ങളുമായി സമുദായങ്ങളുമായി ആ രാജ്യത്തിന്റെ പൊതുവായ സുരക്ഷിതത്വം കണക്കിലെടുത്തുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ ഒരു സന്ധി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് വെക്കുകയും അത് അംഗീകരിച്ചുകൊണ്ട് ഒന്നിച്ച് മദീനയിൽ കഴിഞ്ഞുകൂടുകയുമാണ് ചെയ്തിരുന്നത് എന്നതും നമ്മൾ മുമ്പേ വായിച്ചു മനസ്സിലാക്കി പോന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോൾ തന്റെ ഒരു പിൻഗാമിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വ്യക്തമായി ഇന്നാള് എന്റെ ശേഷം ഖലീഫയാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും പലതരത്തിലുള്ള സാഹചര്യ തെളിവുകളും നിർദ്ദേശങ്ങളും സൂചനകളും പ്രവാചകനിൽ നിന്ന് സഹാബികൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ് പ്രവാചകന്റെ ശേഷം ഏറ്റവും ഉത്കൃഷ്ടനായ വ്യക്തി എന്ന ചോദ്യത്തിന് ഈ 4 ഖലീഫമാരെ അവരുടെ ക്രമമനുസരിച്ചാണ് പ്രവാചകൻ മറുപടി നൽകിയിട്ടുള്ളത്. ഇമാം മുസ്ലിം ഉദ്ധരിച്ചൊരു വചനത്തിൽ കാണാം, ഒരു സ്ത്രീ പ്രവാചകന്റെ അടുക്കൽ വന്നു, ചില കാര്യങ്ങൾ സംസാരിച്ചു. അടുത്ത വർഷം വരാൻ പറഞ്ഞപ്പോൾ ഞാൻ വരുമ്പോൾ അങ്ങയെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യണം നബിയെ? ഖാല ഫഅതി അബൂബക്കർ, ഞാനില്ലെങ്കിൽ നീ അബൂബക്കറിന്റെ അടുക്കൽ വന്നോ എന്നാണ് റസൂലുള്ളാഹിന്റെ മറുപടി. അപ്പോൾ പ്രവാചകന്റെ ശേഷം മുസ്ലിം സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ പിൻഗാമിയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടാകും എന്നാണ് അതും സൂചിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെ പ്രവാചകൻ അവസാനം മരണത്തിനു മുമ്പ് രോഗശയ്യയിൽ കിടക്കുമ്പോൾ പത്നി ആയിഷ റളിയല്ലാഹു അൻഹായോട് പറഞ്ഞു, മറ്റുള്ള ആരും ആഗ്രഹിച്ചു വരാതിരിക്കാനും പ്രശ്നങ്ങളില്ലാതിരിക്കാനും ഞാൻ നിന്റെ പിതാവിന് ഒരു കരാറ് പത്രം എഴുതി വെക്കട്ടെ എന്ന് റസൂലുള്ള പറഞ്ഞത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ പിൽക്കാലത്ത് പ്രവാചകന്റെ ശേഷം ഖലീഫയെ തെരഞ്ഞെടുക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതിരിക്കാനും വേറെ ആരെങ്കിലും അത് ഞങ്ങൾക്കാണോ തനിക്കാണോ എന്ന് വിചാരിക്കാതിരിക്കാനും ഇങ്ങനെ എഴുതി വെച്ചാലോ എന്ന് പ്രവാചകൻ ചിന്തിച്ചിരുന്നുവെന്ന് പ്രസ്തുത നബിവചനം നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇതുപോലുള്ള സംഭവങ്ങൾ, സാഹചര്യ തെളിവുകൾ ഏറെയുണ്ട്. സ്വാഭാവികമായ ഒരു ചർച്ച അൻസാരികൾക്കിടയിൽ നടന്നു. അതേപോലെ തന്നെ മുഹാജിറുകളും അവിടെ എത്തി. ആ ചർച്ചയുടെ അവസാനത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഐക്യകണ്ഠേന ഖലീഫയായി തെരഞ്ഞെടുത്തു.
ഞാൻ സൂചിപ്പിക്കുന്നത് പ്രവാചകന്റെ ശേഷം മുസ്ലിം സമൂഹം ആ വിധത്തിലാണ് മുന്നോട്ട് നീങ്ങിയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ പിൻഗാമിയെ പ്രധാനപ്പെട്ട ആളുകളോട് കൂടിയാലോചിച്ചുകൊണ്ട് നേരിട്ട് നിശ്ചയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകട്ടെ ഏതാനും ആളുകളെ തെരഞ്ഞെടുത്തു. ഈ ആളുകളോട് കൂടിയാലോചിച്ച് ഭൂരിപക്ഷ തീരുമാനപ്രകാരം ഒരാളെ തെരഞ്ഞെടുക്കണം എന്നാണ് നിർദ്ദേശിച്ചത്. പക്ഷെ അത് തുല്യ എണ്ണമായി വരുമ്പോൾ ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി ഒരു കാസ്റ്റിംഗ് വോട്ടിന്റെ അവകാശം തന്റെ മകനായ അബ്ദുള്ളാക്ക് കൂടി അദ്ദേഹം നൽകുകയുണ്ടായി. ഈ ആളുകൾ പരസ്പരം കൂടിയാലോചിച്ചാണ് തന്റെ പിൻഗാമിയെ അഥവാ അവരുടെ നേതാവിനെ തെരഞ്ഞെടുക്കേണ്ടത് എന്നതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചിട്ടുള്ള നിലപാട്. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം നിങ്ങൾക്കറിയാവുന്ന പോലെ പല തെറ്റിദ്ധാരണകളും പ്രചരണങ്ങളും നടത്തി അദ്ദേഹത്തിന്റെ വീട് വളയുകയും കുടിക്കാനുള്ള വെള്ളം പോലും തടസ്സപ്പെടുത്തുകയും ചെയ്ത് അവസാനം രക്തസാക്ഷിയായി കുത്തുകൊണ്ടുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോകുമ്പോൾ തന്റെ പിൻഗാമി ആരാവണം എന്ന് അവിടുന്ന് നിശ്ചയിച്ചിട്ടില്ല. അത് തെരഞ്ഞെടുക്കാനുള്ള ഒരു രൂപം ആർക്കും അവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുമില്ലായിരുന്നു. പക്ഷേ സഹാബികൾ അതിനുശേഷം കൂടിയാലോചിച്ചുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നേതാവായി നിശ്ചയിക്കുന്നത്. ഈ 4 ഖലീഫമാരുടെ ശേഷം പിന്നെ മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവാണ്. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിൻഗാമികൾ അമവി കുടുംബത്തിൽ നിന്ന് അങ്ങനെ മാറി മാറി വന്നുവെങ്കിലും പിന്നീട് അബ്ബാസി കുടുംബത്തിലേക്കാണ് അബുൽ അബ്ബാസ് സഫാഹിന്റെ അടുക്കലേക്ക് ഭരണം വരികയും ആ അബ്ബാസി ഭരണകൂടത്തിന്റെ പതനത്തോടുകൂടി ഭൂമുഖത്ത് മനുഷ്യൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ 2/3 ഭാഗം ഇസ്ലാമിന്റെ കീഴിൽ വന്നിട്ടുണ്ടായിരുന്ന ആ പ്രദേശം ഒന്നടങ്കം ഭരിച്ചിരുന്ന ഭരണ സംവിധാനമാണ് തകർന്നു പോയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഇതുപോലുള്ള ഒരു അവസ്ഥ മുസ്ലിം ലോകത്തിനുണ്ടായിട്ടില്ല. ചില സ്ഥലങ്ങളിൽ പ്രാദേശികമായ ഭരണകൂടങ്ങൾ സ്ഥാപിക്കുവാൻ സാധിച്ചു. ചില സ്ഥലങ്ങളിൽ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷങ്ങളായി കഴിഞ്ഞുകൂടി. ചിലയിടങ്ങളിൽ അവർ ഭൂരിപക്ഷങ്ങളായിട്ടുമുണ്ട്. തീരെ ഭരണമില്ലാത്ത പ്രദേശങ്ങൾ, നാമമാത്ര മുസ്ലിമീങ്ങൾ ഭരണം നടത്തുന്ന പ്രദേശങ്ങൾ, ഇസ്ലാമിക നിയമമനുസരിച്ച് ഭരണം നടത്തുന്ന രാജ്യങ്ങൾ, ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിലാണ് അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ അവസ്ഥ ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം. ലോകത്ത് മുസ്ലിമീങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് ഭരണമുള്ള സ്ഥലങ്ങൾ വളരെ തുച്ഛമാണ്. ഇസ്ലാമിക നിയമമനുസരിച്ച് ഭരണം നടത്തുന്ന പ്രദേശങ്ങൾ വിരളമാണ്. എന്നാൽ പലയിടങ്ങളിലും മുസ്ലിമീങ്ങൾ ഭരണ പങ്കാളിത്തമില്ലാത്ത നിലക്കാണ് കഴിഞ്ഞുകൂടുന്നത്. ചിലയിടങ്ങളിൽ ന്യൂനപക്ഷങ്ങളായിട്ടാണ് കഴിഞ്ഞുകൂടുന്നത്. നമ്മളൊക്കെ തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മുസ്ലിം ന്യൂനപക്ഷം എന്നുള്ള നിലക്കാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്, ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഖിയാമത്ത് നാളുവരെ മുസ്ലിം ലോകം എങ്ങനെ കഴിഞ്ഞുകൂടണം എന്നത് സംബന്ധിച്ച്, ഏതവസ്ഥകൾ മാറി വരുമ്പോഴും അവരെന്തൊക്കെ ചെയ്യണം എന്നത് സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കാലേ കൂട്ടി തന്നെ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞത്, ജൂതന്മാർ 71 കക്ഷികളായി ഭിന്നിച്ചുപോയി. ക്രിസ്ത്യാനികൾ 72 കക്ഷികളായി ഭിന്നിച്ചു. വസതഫ്തരിഖു ഉമ്മത്തി, ഇനി എന്റെ ഉമ്മത്ത്, എന്റെ സമുദായം അഥവാ മുസ്ലിം സമുദായം, അലാ 73 ഫിർഖ, 73 കക്ഷികളായി പിരിഞ്ഞു പോവും, ഭിന്നിച്ചു പോവും എന്നാണ് പ്രവാചകൻ പറയുന്നത്. സിൻതാനി വസബഊന ഫിന്നാർ, എന്റെ സമുദായം, എന്റെ മില്ലത്ത്, എന്റെ ഉമ്മത്ത്, ആ ഉമ്മത്ത്
73 കക്ഷികളായിട്ട് ഭിന്നിച്ചു പോകുമെന്നാണ്. ഈ 73 കക്ഷികളിൽ 72 നരകത്തിലായിരിക്കും. വവാഹിദത്തും ഫിൽ ജന്ന, ഒരു സംഘം, ഒരു ഫിർഖത്ത്, ഒരു സംഘം മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നാണ് റസൂലുള്ള പറഞ്ഞത്. റസൂലുള്ള ജീവിച്ചതുപോലെ, ഖുലഫാഉർ റാഷിദീങ്ങൾ ജീവിച്ചതുപോലെ, പ്രവാചകന്റെ കൂടെ ജീവിച്ചിരുന്ന സഹാബത്ത് ജീവിച്ചിരുന്നത് പോലെ അവർ എന്ത് പ്രമാണമായി അംഗീകരിച്ചുവോ, ഏതൊരു വിശ്വാസവും ആദർശവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചുവോ, ആ വിശ്വാസവും ആദർശവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ആരോ അവരാണ് ഈ സ്വർഗപ്രവേശനത്തിന് അനുവാദം ലഭിക്കുന്ന ആ ഒറ്റ കക്ഷി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഇന്ന് ഞാനും എന്റെ അനുചരന്മാരും ഏതൊന്നിൽ നിലകൊള്ളുന്നുവോ അതിൽ നിലകൊള്ളുന്നവരാണ് എന്നാണ് പ്രവാചകന്റെ വിശദീകരണം. അവിടെ ആ വചനത്തിലെ ഇന്ന് എന്നത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നബിയുടെ കാലശേഷം സഹാബികളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ആ വക കാര്യങ്ങളെ സംബന്ധിച്ചല്ല പറയുന്നത്. നേരെ മറിച്ച് സഹാബത്താണെങ്കിലും അവരുടെ ഓരോരുത്തരുടെയും വാക്കുകൾക്ക് ഖുർആനിന്റെയോ ഹദീസിന്റെയോ സ്ഥാനം കൽപ്പിക്കാവതല്ല. നേരെ മറിച്ച് പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോ സഹാബികളിൽ നിന്ന് എന്തെങ്കിലും തിരുത്തേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിൽ അള്ളാഹു നബിക്ക് വഹയി നൽകുകയും നബി വഹയി മുഖേന അത് തിരുത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഇന്ന് എന്ന് പറഞ്ഞ പ്രവാചകൻ ജീവിച്ചിരിപ്പുള്ള കാലം, ആ കാലഘട്ടത്തിൽ നബിയും സഹാബത്തും എന്ത് ചെയ്തിരുന്നു, എന്ത് വിശ്വസിച്ചിരുന്നു, എന്ത് പ്രവർത്തിച്ചിരുന്നു, ഏതൊന്നിൽ നിലകൊണ്ടിരുന്നു, അതിൽ നിലകൊള്ളുന്ന ആ വിശ്വാസ അനുഷ്ഠാനങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ ആരോ അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ എന്നാണ് പ്രവാചകൻ പ്രത്യേകമായി തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാനിത് സൂചിപ്പിക്കുന്നത് പ്രവാചകന്റെ കാലശേഷം സഹാബത്ത് ദീർഘകാലം ജീവിച്ചിട്ടുണ്ട്. ആ സഹാബത്തിന്റെ ഇടയിൽ ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സമീപനം എന്തായിരിക്കണം എന്നത് വേറെ ഒരു പ്രശ്നമാണ്. എന്നാൽ ഇത് രണ്ടും ഒരേ രൂപത്തിലായി കാണാമോ, എല്ലാ അഭിപ്രായങ്ങളും ഒരേ രൂപത്തിൽ കാണാമോ, അത് കണ്ടുകൂടാ. നേരെ മറിച്ച് നബി ജീവിച്ചിരിപ്പുള്ള ഘട്ടത്തിലാണെങ്കിൽ പല സംഭവങ്ങളും അവരിലുണ്ടായത് വഹയി മുഖേന റസൂലുള്ള തിരുത്തിയിട്ടുണ്ട്. അവരിൽ നിന്ന് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തിയിട്ടുണ്ട്. നബിക്ക് വഹയി ലഭിച്ചു. ആ വഹയിന്റെ അടിസ്ഥാനത്തിൽ നബി അവരെ ഉപദേശിച്ചു, അവർക്ക് തിരുത്തിക്കൊടുത്തു. നബി മരണപ്പെട്ടതിന് ശേഷം പിന്നെ അവരിൽ എന്തെങ്കിലും തിരുത്തപ്പെടേണ്ട കാര്യമുണ്ടായാൽ അത് അറിയിച്ചുകൊണ്ടുള്ള വഹയി വരാനും അവർക്ക് തിരുത്തിക്കൊടുക്കുവാനും പ്രവാചകൻ പിന്നീടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഇന്ന് ഞാനും എന്റെ അനുചരന്മാരും ഏതൊന്നിൽ നിലകൊള്ളുന്നുവോ അതിൽ നിലകൊള്ളുന്നവർ എന്ന ആ പ്രവാചക വചനം പ്രത്യേകം ശ്രദ്ധേയമാണ്. അവൻ നബി ജീവിച്ചിരിപ്പുള്ളപ്പോ നബിയുടെ കൂടെ സ്വഹാബത്ത് എന്തൊക്കെ വിശ്വാസങ്ങളും എന്തൊക്കെ ആചാരങ്ങളുമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്, അനുഷ്ഠിച്ചിട്ടുള്ളത്, ആ വക കാര്യങ്ങൾ ആണ് സ്വീകരിക്കേണ്ടത് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആളുകളാണ് സത്യത്തിൽ നിലകൊള്ളുന്നവർ, അവരാണ് പ്രവാചകന്റെ അനുമോദനത്തിന് അർഹർ, അവരാണ് ആ ഒരു കക്ഷി സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുള്ള കക്ഷി എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ആ നിലക്ക് പ്രവാചകന്റെ ശേഷം ഇതിൽ നിലക്കൊണ്ടു പോന്നിട്ടുള്ള ആളുകളാണ് ഈ സത്യത്തിന്റെ ആളുകൾ എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, മുസ്ലിം സമുദായം പ്രവാചകന്റെ കാലശേഷം ഭിന്നിച്ചു പോകുമെന്നാണ്. ഇങ്ങനെ ഭിന്നിപ്പുണ്ടാകുമ്പോ എന്തു ചെയ്യണം? അത് ഭിന്നിച്ചതുകൊണ്ട് ഇനി ഒന്നിലേക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല. ഒരു വേറെ കക്ഷികളായി ഭിന്നിച്ചു നിൽക്കുന്ന ഒരു കക്ഷിയിലേക്കും നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല. നമ്മൾ അതിൽ നിന്നൊക്കെ വേറിട്ട് ഇങ്ങനെ ഒറ്റക്ക് തനിച്ചു നിൽക്കാം. അതല്ലെങ്കിലോ ആ ഭിന്നിപ്പ് ഒന്നും പരിഗണിക്കേണ്ടതില്ല. ഈ ഭിന്നിച്ചു പോയ എല്ലാ കക്ഷികളും കൂടിയ ഒരു ഉമ്മത്ത്, ആ ഉമ്മത്തിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുക. അതിന്റെ ഇടയിൽ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഇവിടെ ഒരു റൂം, അപ്പുറത്തൊരു റൂം, മൂന്നാമതൊരു റൂം, നാലാമതൊരു റൂം,
ഇങ്ങനെ ഈ റൂമിൽ കുറച്ച് ആളുകൾ കയറി, ആ റൂമിൽ കുറച്ച് ആളുകൾ കയറി, ഓരോ റൂമിലും കുറച്ച് ആളുകൾ കയറിയാൽ ഓഡിറ്റോറിയത്തിൽ ആളുണ്ടാവില്ല, റൂമിലുള്ള ആളുകളെ ഉണ്ടാവൂ. ഇതേപോലെയാണ് മുസ്ലിം ഉമ്മത്ത് എന്ന് പറഞ്ഞത് ഓഡിറ്റോറിയം. അതിൽ മുജാഹിദ് ഒന്ന് വേറെ, ജമാഅത്ത് ഒന്ന് വേറെ, സുന്നി ഒന്ന് വേറെ, തബ്ലീഗ് വേറെ, ഇങ്ങനെ ഓരോ സംഘടനകളായി കക്ഷികളായി ഇങ്ങനെ വേറിട്ട് നിൽക്കുമ്പോ ഇവിടെ ഈ ഓഡിറ്റോറിയം യഥാർത്ഥത്തിൽ അർത്ഥമില്ലാതായി തീരുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ റൂമിൽ ഒക്കെ പൂട്ടിയിട്ട് എല്ലാവരും റൂമിന്റെ ഉള്ളിൽ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് ഇറങ്ങിയിരുന്നാൽ ഉമ്മത്തായി എന്നുള്ള നിലപാട് ഇതാണോ ശരി? അതല്ല, ഇതിങ്ങനെ കക്ഷികളായി ഭിന്നിച്ചിങ്ങനെ വേർതിരിഞ്ഞു നിൽക്കുമ്പോ ഇതിലേക്കൊന്നും ഞാനില്ല എന്ന് പറഞ്ഞ് ഓഡിറ്റോറിയത്തിന്റെ പുറത്തേക്ക് മാറി ഒറ്റക്ക് നിൽക്കുകയാണോ വേണ്ടത്? ഇത് രണ്ടുമല്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. റസൂല് പറഞ്ഞിട്ടുള്ളത് എല്ലാ കക്ഷിയും സ്വർഗത്തിലാണെന്നല്ല, എല്ലാ കക്ഷിയെയും നിങ്ങൾ ഒരുമിച്ച് ഉൾക്കൊള്ളണം, നിങ്ങളൊക്കെ ഒന്നാണ്, ഒറ്റ ഉമ്മത്താണ് എന്ന് എല്ലാവരിലും ശരിയുണ്ട്, എല്ലാ ശരിയും കൂടി നിങ്ങൾ ഉൾക്കൊള്ളുക എന്നല്ല. നേരെ മറിച്ച് ഇപ്പൊ ജൂത സമുദായത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്, ക്രൈസ്തവരെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. ഇനി അത് രണ്ടും മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ എടുത്താൽ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളെപ്പറ്റി, അതേപോലെ മുനാഫിക്കീങ്ങളെപ്പറ്റി ഇതൊക്കെ തന്നെ വിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ട്. എന്നാൽ ഈ മുശ്രിക്കീങ്ങൾക്ക് അവരിൽ ഒരു നന്മയും ഉണ്ടായിട്ടില്ലേ? അവരിൽ നല്ല ഗുണങ്ങളുണ്ടായിരുന്നില്ലേ? അറബികളുടെ പഴയകാല സമ്പ്രദായങ്ങൾ, സദ്ഗുണങ്ങൾ അവരിലും ഉണ്ടായിരുന്നുവല്ലോ. ഇസ്ലാം അംഗീകരിക്കുകയും നിലനിർത്തുകയും ചെയ്ത ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷെ ഖുർആൻ ആ നല്ല ഗുണങ്ങളല്ല എടുത്തു പറഞ്ഞു തന്നിട്ടുള്ളത്. മുനാഫിഖീങ്ങളിലും ചില ഗുണങ്ങൾ ഒട്ടും നന്മയില്ലെന്ന് പറയാൻ പറ്റുമോ? അവരിലും ഉണ്ടാവുമല്ലോ എന്തെങ്കിലും നന്മകളൊക്കെ. അവരുടെ നന്മകൾ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് മുശ്രിക്കീങ്ങളുടെ, കാഫിരീങ്ങളുടെ ദോഷവും തിന്മയും ഖുർആൻ എടുത്തു പറഞ്ഞു. മുനാഫിഖീങ്ങളുടെ ദോഷവും അവരുടെ തിന്മയും ഖുർആൻ എടുത്തു പറഞ്ഞു. അവരുടെ ആഖിബത്ത്, പര്യവസാനം എങ്ങനെയായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. ഈ ഒരു നിലപാടാണ് മുസ്ലിമീങ്ങൾക്ക് ഒരു നന്മ ലഭിക്കാൻ മുശ്രിക്കീങ്ങളിലുള്ള നന്മ ഇന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് സ്വീകരിക്കേണ്ടതില്ല. മുനാഫിഖീങ്ങളിലും നന്മയുണ്ടല്ലോ, ആ നന്മ ഇന്നതാണ് എന്ന് പഠിപ്പിച്ചു തന്ന് അവരെ പുകഴ്ത്തി പറഞ്ഞിട്ട് ആ നന്മ മുസ്ലിമീങ്ങളിൽ പ്രചരിപ്പിക്കേണ്ടതില്ല. ഒരു മുസ്ലിമിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ നന്മയും വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഖുർആനിലൂടെ, ഈ സുന്നത്തിലൂടെ നമുക്ക് ആവശ്യമായ നന്മകൾ നാം മനസ്സിലാക്കുക, നാം ഉൾക്കൊള്ളുക എന്നതാണ്. ഇതേപോലെ റസൂലിന്റെ ഉസ്വത്ത്, പവിത്രമായ മാതൃക പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ അനുയായികളായിട്ടുള്ള ആളുകൾ, അവർക്ക് ഈ സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള ആളുകളുടെ അവരിൽ ഇന്ന നന്മയുണ്ട്, ഇവരിൽ ഇന്ന നന്മയുണ്ട്, ഓരോ കക്ഷിയിലും എന്തെങ്കിലും നന്മയുണ്ട്, ആ നന്മകളെല്ലാം കൂടി സ്വരൂപിച്ചുകൊണ്ട് എല്ലാറ്റിനെയും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളൊക്കെ ഒരൊറ്റ ഉമ്മത്തായിട്ട് ഇങ്ങനെ നിലക്കൊള്ളുകയാണ് വേണ്ടത് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് റസൂലുള്ള പറഞ്ഞത് മുസ്ലിം സമുദായം ജൂതരെക്കാളും ക്രൈസ്തവരെക്കാളും കക്ഷികളായി ഭിന്നിച്ചു പോകുമെന്നാണ്. അങ്ങനെ ഭിന്നിച്ചു പോകുമ്പോൾ എല്ലാ കക്ഷിയിലും നന്മയുണ്ട്, ആ നന്മകളെല്ലാം സ്വരൂപിച്ചുകൊണ്ട് നിങ്ങൾ ഒറ്റ കക്ഷിയായി നിൽക്കണമെന്നല്ല. നേരെ മറിച്ച് ഈ 73-ൽ ഒരു കക്ഷി സത്യത്തിന്റെ കക്ഷിയാണ്. ആ ഒരു കക്ഷി വവാഹിദത്തും ഫിൽ ജന്ന, ആ ഒരു കക്ഷിയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കക്ഷി എന്നാണ്. ബാക്കി 72 കക്ഷികളെ പറ്റി പറഞ്ഞത് 72 കക്ഷികളും നരകത്തിലാണ് എന്ന് പ്രവാചകൻ എടുത്തു പറഞ്ഞു. അപ്പൊ മുസ്ലിം സമുദായം ഭിന്നിച്ചു പോകുമ്പോ ആ ഭിന്നിപ്പൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. അത് സുന്നി ആയാലും ജമാഅത്തായാലും ഖാദിയാനി ആയാലും തബ്ലീഗ് ആയാലും ചേകനൂരി ആയാലും വേറെന്തെങ്കിലും ആയാലും ശരി, അതൊന്നും നോക്കാതെ നമ്മളൊക്കെ ഇങ്ങനെ മുസ്ലിം എന്ന ആ ഒരു ടൈറ്റിലിന്റെ കീഴിൽ ഫാത്തിമന്റെ മകനായി, മുഹമ്മദിന്റെ മകനായി പിറന്നവരല്ലേ നമ്മളൊക്കെ? അഹമ്മദ് എന്നും മുഹമ്മദ് എന്നും അബൂബക്കർ എന്നും ഖാലിദ് എന്നും ഇബ്രാഹിം എന്നും പേരുള്ളവരല്ലേ? അതുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അതേപോലെ തന്നെ നമ്മുടെ റിലീജിയൻ, മതം ഇസ്ലാമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ മുസ്ലിങ്ങൾ, ആ ഒരു ഒന്നായിട്ടുള്ള ഒരു കാഴ്ച മതി എന്നുള്ളത് റസൂലുള്ള പഠിപ്പിച്ചു തന്നതിന് വിരുദ്ധമാണ്. അവിടുന്ന് വളർത്തിയെടുത്ത ആ സമുദായം ജൂതരെക്കാൾ ക്രൈസ്തവരെക്കാൾ കക്ഷികളായി
ചിന്ന ഭിന്നമായി പോകും, 73 തീരും. അതിൽ സിന്താനി വസബഊന ഫിന്നാർ, 72 നരകത്തിലാണ്, 72 കക്ഷിയും നരകത്തിലാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. വവാഹിദതും ഫിൽ ജന്ന, ഒരു കക്ഷി സ്വർഗത്തിലായിരിക്കും എന്ന് മാത്രമാണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ റസൂലുള്ള അവിടുന്ന് തുടങ്ങിയത് തന്നെ നബിന്റെ കൂടെ ഖദീജ ബീവിയുണ്ട്, അതേപോലെ തന്നെ തന്റെ ദത്തുപുത്രനായ അലിയുണ്ട്, അതേപോലെ തന്നെ അടിമയായ സെയ്ദുണ്ട്, ഏറ്റവും അടുത്ത കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖുണ്ട്, പിന്നെ അങ്ങനെ ഓരോരുത്തർ അമ്മാർ വന്നു, പിന്നെ അതേപോലെ തന്നെ ബിലാല് വന്നു, യാസുർ വന്നു, സുമയ്യ വന്നു, അങ്ങനെ ഓരോരുത്തരായി നബീന്റെ അടുക്കലേക്ക് ഇങ്ങനെ അടുത്തു വരാൻ തുടങ്ങി. അവർ ചെറിയൊരു സംഘമായി. ആ സംഘം നബിന്റെ നിർദ്ദേശമനുസരിച്ച്, ആ നേതൃത്വത്തെ അനുസരിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. ഉള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട്, ഇതിപ്പോ ഉറക്കെ പറയാനായിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതങ്ങൾ അവിടെ പോയി ഇരുന്നോ, അങ്ങോട്ട് വരണ്ട, നമുക്കിങ്ങനെ സംഘടിക്കണ്ട എന്നായിരുന്നില്ല. നേരെ മറിച്ച് ഇവരെ സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് അവിടെ മുതൽക്ക് പ്രവാചകൻ അവരെ വളർത്തിയെടുത്തിട്ടുള്ളത്. പിന്നെ മദീനയിൽ വന്ന് പൂർണ്ണമായി ഇസ്ലാമിന്റെ കീഴിലായി അബൂബക്കർ സിദ്ദീഖിനെ പോലുള്ള ഖലീഫമാര്, അമവി ഭരണകൂടം, അബ്ബാസിയ ഖിലാഫത്ത്, അതിന്റെ ശേഷം മുസ്ലിം ഭരണകൂടത്തിന്റെ തകർച്ച, പിന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഛിന്ന ഭിന്നമായി പോയി ഈ സമൂഹം, ഈ സാമ്രാജ്യം. മുസ്ലിമീങ്ങൾക്ക് ഭരണമുള്ള പ്രദേശങ്ങൾ, ഇല്ലാത്ത പ്രദേശങ്ങൾ, ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള പ്രദേശങ്ങൾ, ന്യൂനപക്ഷമായി കഴിഞ്ഞുകൂടുന്ന പ്രദേശങ്ങൾ, ഇസ്ലാമിക നിയമം നടപ്പാക്കുന്ന പ്രദേശങ്ങൾ, അത് നടപ്പാക്കാത്ത പ്രദേശങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളാണ്. ഈ അവസ്ഥകളെ പറ്റി എല്ലാം മൊത്തത്തിലാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി തരുന്നത്. എന്റെ സമുദായം ഇങ്ങനെ ഭിന്നിച്ചു പോകും, ആ ഭിന്നിപ്പ് ഇപ്പറഞ്ഞ വിധത്തിലൊക്കെ ആവും. ഇങ്ങനെ വരുമ്പോ ഒരു കക്ഷിയാണ് സത്യത്തിൽ നിലകൊള്ളുന്നവർ എന്ന്, ബാക്കിയുള്ളവർ നരകത്തിലായിരിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞു. ഈ ഒരു കക്ഷിയെ സംബന്ധിച്ചാണ് ത്വായിഫത്തും മൻസൂറ, അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്ന കക്ഷി എന്ന് ഹദീസിൽ വിശേഷണം വന്നിട്ടുള്ളത്. ഈ കക്ഷിയെ സംബന്ധിച്ചാണ് ഫിർഖത്തുൻ നാജിയ, അഥവാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കക്ഷി. കാരണം സിന്താനി വസബഊന ഫിന്നാർ, 72 നരകത്തിലാണെന്ന് പറഞ്ഞപ്പോ ആ ഒരു കക്ഷിയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, അതാണ് വവാഹിദത്തുൻ ഫിൽ ജന്ന. അതുകൊണ്ടാണ് ഫിർഖത്തുൻ നാജിയ എന്ന ആ കക്ഷിയെ സംബന്ധിച്ച് പേര് വന്നിട്ടുള്ളത്. ഈ കക്ഷിയെ സംബന്ധിച്ചു തന്നെയാണ് റസൂലുള്ളാഹി പറഞ്ഞത് വഹിയൽ ജമാഅ, അതാണ് അൽ ജമാഅത്ത് എന്ന്. അൽ ജമാഅ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഈ റസൂലുള്ള സ്വഹാബത്തിന് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു കൊടുത്ത് നബിന്റെ കൂടെ അവർ ജീവിച്ചിരുന്ന ഘട്ടത്തിൽ ഏതൊരു വിശ്വാസം, ഏതൊരനുഷ്ഠാനം, ഏതൊരാചാരം അവർ സ്വീകരിച്ചു വന്നുവോ ആ വിശ്വാസ ആചാരങ്ങൾ ശരിയാം വണ്ണം സ്വീകരിച്ചു വരുന്ന ആളുകൾ, അവരാണ് ഈ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട, അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്ന, സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ അൽ ജമാഅത്ത്, ആ സംഘം. അത് ഒരു പക്ഷേ ഒരു പ്രദേശത്ത് ഒരുപാടുണ്ടായി എന്ന് വരും. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഒരു പ്രദേശത്ത് അധികമില്ല, ഒരു വ്യക്തിയുള്ളൂവെങ്കിൽ ആ ഒരു വ്യക്തിയാണ് ആ ജമാഅത്ത് എന്നാണ്. ഇപ്പൊ ഒരു നാട്ടില് ഖുർആനും സുന്നത്തും മനസ്സിലാക്കി തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് സുന്നത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ശിർക്കിലാണ്, അവർ ബിദ്അത്ത് ചെയ്യുന്നവരാണ്, നാമമാത്ര മുസ്ലിങ്ങളാണ്, ശിർക്ക് ബിദ്അത്തിൽ മുങ്ങിക്കുളിച്ച് കഴിഞ്ഞുകൂടുന്ന ഈ ആളുകൾ. എന്നാൽ അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരു വൈൻ കുന്ത വഹ്ദക, നീ ഒരുത്തൻ മാത്രമുള്ളൂവെങ്കിൽ നീയാണ് ആ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കാലം മുതൽക്ക് അവിടുന്ന് പഠിപ്പിച്ചതുപോലെ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർ ഓരോ നൂറ്റാണ്ടിലും ഓരോ തലമുറയിലും കണ്ണി അറ്റുപോകാതെ, കണ്ണി മുറിഞ്ഞു പോകാതെ ഖിയാമത്ത് നാൾ വരെ തുടരും. ആ തുടർച്ചയിൽ ഒരുപക്ഷെ ഒരു രാജ്യത്ത് ഒരു വ്യക്തിയാണുള്ളതെങ്കിൽ വേറെ രാജ്യങ്ങളിൽ അതേപോലുള്ള ആളുകൾ ഏറെയുണ്ട്. ആ സമൂഹത്തിൽ, ആ സംഘത്തിൽ, ആ കൂട്ടായ്മയിൽ ഒരംഗമാണ് ഈ വ്യക്തി എന്നുള്ള നിലക്ക് ഇവിടെ ഈ വ്യക്തിയാണ് ആ സമൂഹത്തെ, ആ സംഘത്തെ, ആ സത്യപ്രസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തി എന്നാണ് മഹാനായ സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആളുകളുടെ എണ്ണത്തിലല്ല പ്രസക്തി,
നേരെ മറിച്ച് ഉൾക്കൊള്ളുന്ന ആദർശത്തിന്റെ കാര്യത്തിലാണ് ഈ പ്രസക്തി എന്ന് നാം മനസ്സിലാക്കുക. ഇത് ഉൾക്കൊള്ളുന്ന ആളുകൾ ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ്, എന്റെ സമുദായത്തിൽ നിന്നുള്ള ഒരു സംഘം ആളുകൾ ഈ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന, സത്യത്തിന്റെ വക്താക്കളായി അതിന്റെ പ്രചാരകരായി അവർ നിലകൊള്ളുക തന്നെ ചെയ്യും. ഏതുവരെ? ഖിയാമത്ത് നാൾ വരെ. ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതിയ അംറുല്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പന ലോകാവസാനം സംഭവിക്കുന്നത് വരെ ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും, ആര് അവരെ ഉപദ്രവിച്ചാലും, ആര് അവരെ എതിർത്താലും, ആരവരെ അവഗണിച്ചാലും യാതൊരു ദോഷവും അവർക്ക് വരികയില്ല. ആ സംഘം അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി, ആ സംഘം സുരക്ഷിതരായി ഖിയാമത്ത് നാൾ വരെ അത് നിലകൊള്ളുക തന്നെ ചെയ്യും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മുസ്ലിം സമുദായം ഇങ്ങനെ ഭിന്നിച്ചു പോകുമ്പോ അവരൊരൊറ്റ ഉമ്മത്തല്ലാതെ പല കക്ഷികളായി പോയാൽ അതിൽ ഒരു കക്ഷിയിൽ നിലകൊണ്ടാൽ അത് ഹിസ്ബിയത്താണ്, കക്ഷിത്വമാണ്, അത് പാടില്ല. നേരെ മറിച്ച് എല്ലാ കക്ഷികളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നുള്ള ഒരു ചിന്ത ഇടക്കാലത്ത് മുസ്ലിം ലോകത്ത് ഉണ്ടായിരുന്നു. അത് ആ സന്ദർഭത്തിൽ തന്നെ അറിയപ്പെടുന്ന മുസ്ലിം പണ്ഡിതന്മാര് ഗൗരവതരമായി ചർച്ച ചെയ്യുകയും ആ വാദം നിരർത്ഥകമാണ് എന്ന് തെളിവുദ്ധരിച്ചുകൊണ്ട് വ്യക്തമായി അവർ സമർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇപ്പൊ പ്രസിദ്ധനായ ഒരു പ്രഗത്ഭനായ സഹാബി സാഹിബു സിർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സഹാബിയുണ്ട്, ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പലപ്പോഴും മറ്റു പല ആളുകൾക്കും അറിയാത്ത കാര്യങ്ങൾ നബിയുടെ അടുക്കൽ പോയി രഹസ്യമായി ചോദിച്ചു മനസ്സിലാക്കുമായിരുന്നു. അങ്ങനെ ചോദിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് ആ രഹസ്യങ്ങൾ അറിയാമെന്നതുകൊണ്ടാണ് സാഹിബു സിർ എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാറുള്ളത്. കാരണം പല ആളുകൾക്കും അറിഞ്ഞുകൂടാത്ത രഹസ്യങ്ങൾ, പിൽക്കാലത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം നബിയോട് ചോദിക്കുകയും നബി അദ്ദേഹത്തിന് പറഞ്ഞുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുകയാണ്, ആളുകളൊക്കെ നബിയോട് ഖൈറിനെ പറ്റിയാണ് ചോദിച്ചിരുന്നത്, ഞാൻ നബിനോട് ഷർറിനെ പറ്റിയാണ് ചോദിക്കാറ്. കാരണം എന്താ? മഹാഫത്താൻ യുദിരിക്കനി, ഷെറിനെ പറ്റി ചോദിക്കുന്നത് ഷെറ് ചെയ്യാനല്ല, ആ ഷെറ് എന്നെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഷെറിനെ പറ്റി നബിനോട് ചോദിച്ചത്. അങ്ങനെ ഞാൻ ഒരിക്കൽ നബിനോട് ചോദിച്ചു, നബിയെ, സുദീർഘമായ ഒരു വചനമാണ്, ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്, നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ ഹദീസിൽ കാണാം, നബിയെ, ഞങ്ങൾ ജാഹിലിയത്തിലും ഷെറിലുമായിരുന്നു, അങ്ങനെയാണ് അള്ളാഹ് ഈ ഖൈർ അഥവാ ഇസ്ലാം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഫഹൽ യകൂനു ബഅദ ഹാദൽ ഖൈരി മിൻ ഷർർ, ഈ ഖൈർ അഥവാ ഇസ്ലാം വന്നു കിട്ടിയതിന് ശേഷം ഇനിയൊരു ഷർർ, ഒരു തിന്മ ഞങ്ങൾക്ക് വരുമോ നബിയെ? നബി പറഞ്ഞു, വരും എന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം, ആ ഷർറിന്റെ ശേഷം പിന്നെ ഖൈർ വരുമോ? നബി പറഞ്ഞു, വീണ്ടും വരും എന്ന്. വീണ്ടും അദ്ദേഹം ചോദിച്ചു, ആ ഖൈറിന്റെ ശേഷം പിന്നെയും ഷർറ് വരുമോ? ഷർറിന്റെ ശേഷം പിന്നെയും ഖൈർ വരുമോ? നബി പറഞ്ഞു, വരും, പക്ഷേ വഫീഹി ദഖനുൻ, അതിൽ കലർപ്പുണ്ടാകുന്നു പറഞ്ഞു. വമാ ദഖനുഹു, എന്താണ് അതിലുള്ള കലർപ്പ് എന്ന് നബിയോട് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, പിൽക്കാലത്ത് വരാനിരിക്കുന്ന ദുരവസ്ഥകളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഈ സമൂഹത്തിന്റെ വരാനിരിക്കുന്ന അവസ്ഥകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. ആ കൂട്ടത്തിൽ പറഞ്ഞത്, സുമ്മ തകൂനു ഫിതനുൻ, ഭയങ്കരമായ ഫിത്നകളായിരിക്കും, കുഴപ്പങ്ങളായിരിക്കും ഉണ്ടാവുക. ആ കുഴപ്പങ്ങളിൽ അലൈഹാ ദുആത്ത്, ആ കുഴപ്പത്തിൽ നിലകൊള്ളുന്ന ചില ആളുകൾ, അവർ നരകത്തിന്റെ കവാടങ്ങളിലേക്കാണ് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. മൻ അജാബഹും ഇലൈഹാ ഖദഫൂഹു ഫീഹാ, ആ വിളിക്ക് ആരാണ് ഉത്തരം ചെയ്യുന്നത്? അവരെ പിടിച്ചിട്ട് ഇവര് വിളിച്ച വഴിക്ക് പോയാൽ അവരെ കൂടെ നേരെ നരകത്തിലേക്കാണ് അവർ കൊണ്ടുപോയി ഇടുക. അപ്പൊ നരകത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഫിത്നയുടെ പുറത്തു നിൽക്കുകയും നരകത്തിലേക്ക് വിളിക്കുകയും ചെയ്യുന്നവർ, ആ വിളിക്ക് ഉത്തരം ചെയ്തവനെ നരകത്തിലേക്കാണ് അവർ കൊണ്ടുപോവുക. ഇങ്ങനത്തെ ഒരവസ്ഥ വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? ഖാലത്ത് ഇൽസമു ജമാഅത്തുൽ മുസ്ലിമീന വ ഇമാമഹും, ആ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഒരു ഇമാമും ആ ഇമാമിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹവുമായി മുസ്ലിമീങ്ങൾ നിലകൊള്ളുന്നുവെങ്കിൽ നീ ആ കൂട്ടായ്മയിൽ തന്നെ നിലകൊള്ളണം.
ആ ഇമാമിനെ അനുസരിച്ചുകൊണ്ട് നിൽക്കണം. ഇമാമിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ സമൂഹത്തിൽ നീ നിലകൊള്ളണം. നീ കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കരുത്. കാല, അദ്ദേഹം ചോദിച്ചു, ഇനി മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ഒരു ഭരണാധികാരി, ഒരു ഇമാമ്, ആ ഇമാമിന് ബയ്യത്ത് ചെയ്തിട്ടുള്ള ഒരു സമൂഹം ഇല്ല എങ്കിലോ പിന്നെ ആരാണുള്ളത്? നരകത്തിലേക്ക് വിളിക്കുന്നവരാണുള്ളത്. മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു നേതൃത്വമില്ല. ആ നേതൃത്വത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജമാഅത്ത്, ഒരു സമൂഹവുമില്ല. പിന്നെ ആരുണ്ട്? നരകത്തിലേക്ക് വിളിക്കുന്നവർ രംഗം കൈയടക്കിയിരിക്കുന്നു. അവർ അടക്കി വാഴുകയാണ്. ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യണം? ഫഅ്തസിൽ തിൽകൽ ഫിറഖ കുല്ലഹ, ആ സംഘങ്ങളെയെല്ലാം നീ അകന്നു നിൽക്കുക. ആ സംഘങ്ങളെയെല്ലാം നീ അകന്നു നിൽക്കുക. റസൂലുള്ള മറുപടി പറഞ്ഞു. അപ്പൊ സംഘങ്ങളെ? ഫഅ്തസിൽ തിൽകൽ ഫിറഖ കുല്ലഹാന, ആ സംഘങ്ങളെയെല്ലാം. ആ സംഘങ്ങളെ എന്ന് പറയണമെങ്കിൽ അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള സംഘങ്ങൾ വേണം. ഏതാണ് അതിന്റെ മുമ്പിൽ പറഞ്ഞ സംഘങ്ങൾ? അലൈഹാ ദുആത്ത് അലാ അബ്വാബിന്നാർ, നരകത്തിന്റെ കവാടങ്ങളിലേക്ക് ക്ഷണിക്കുന്ന സംഘങ്ങളാണ് അവിടെയുള്ളത്. ആ സംഘങ്ങളെ നീ അകന്നു നിൽക്കണം എന്നാണ് പറഞ്ഞത്. മുഹമ്മദ് വന്നു, അയാൾ പോയി എന്ന് മാത്രം പറഞ്ഞാൽ മനസ്സിലാവോ? ഇല്ല. നേരെ മറിച്ച് അയാൾ എന്ന് പറയുന്നതിനു മുമ്പ് മുഹമ്മദ് എന്നോ അഹമ്മദ് എന്നോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിന്റെ പേര് പറഞ്ഞ് പ്രത്യേകം നിർണയിക്കണം. എന്നിട്ട് പിന്നെ അവൻ, അയാള്, അത്, ഇത് എന്നൊക്കെ പറഞ്ഞാൽ അറബിയിൽ ഇസ്മുൽ ഇഷാറ എന്നാ പറയാം. ഈ ഇസ്മുൽ ഇഷാറ ഹാദ അല്ലെങ്കിൽ ഹാദിഹി, ദാലിക, തിൽക, ഹൗലാ, ഈ ഉലായിക എന്നൊക്കെ പറഞ്ഞ അവൻ, ഇവൻ, അവൾ, ഇവൾ, അവർ, അത്, ഇത് എന്നൊക്കെ പറഞ്ഞാൽ, അത് എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒന്നിനെ സംബന്ധിച്ചാണ്. അവൻ എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചാണ്. അവർ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഫഅ്തസിൽ തിൽകൽ ഫിറഖ, എല്ലാ കക്ഷികളെയും എന്നല്ല, ആ കക്ഷികളെയെല്ലാം വെടിയണം എന്നാണ്. ഏതൊക്കെ കക്ഷികളായി നിലകൊള്ളുന്നുണ്ടോ, സംഘങ്ങളായി നിലകൊള്ളുന്നുണ്ടോ, സംഘടനകളായി നിലകൊള്ളുന്നുണ്ടോ, കൂട്ടായ്മകളായി നിലകൊള്ളുന്നുണ്ടോ, പ്രസ്ഥാനങ്ങളായി നിലകൊള്ളുന്നുണ്ടോ, അതിനെയൊക്കെ നിങ്ങൾ കൈയൊഴിയണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് തിൽകൽ ഫിറഖാന, ആ സംഘങ്ങളെയെല്ലാം. സംഘങ്ങളെ? മുകളിൽ പറഞ്ഞ സംഘങ്ങളെയെല്ലാം എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. അതേതാ? നരകത്തിലേക്ക് വിളിക്കുന്ന, അഥവാ മറ്റൊരു നബി വചനത്തിൽ കാണാൻ ദുആത്തുൽ വലാല. ഒരു ഹദീസിൽ അങ്ങനെയാ വന്നത്, വലാലത്തിലേക്ക് ക്ഷണിക്കുന്നവർ എന്നാണ്. അപ്പൊ വലാലത്തിലേക്ക് ക്ഷണിക്കുന്ന സംഘങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? വെടിയണം. അവരിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കണം. ഈ നബിവചനത്തിലോ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ, അവരെ നിങ്ങൾ അകന്നു നിൽക്കണം, അവരെ നിങ്ങൾ വെടിയണം എന്നാണ് നബി പറഞ്ഞിട്ടുള്ളത്. ഈ നബിവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചിലർ തെറ്റിദ്ധരിച്ചുകൊണ്ട് എല്ലാ സംഘങ്ങളിൽ നിന്നും, സംഘടനകളിൽ നിന്നും, കൂട്ടായ്മകളിൽ നിന്നും വേറിട്ട് നിൽക്കണം എന്ന് പറയുന്നത്. അപ്പോ ഇത് യഥാർത്ഥത്തിൽ ശരിയല്ല. ഈ നബിവചനം മനസ്സിലാക്കി തരുന്നത് നരകത്തിലേക്ക് ക്ഷണിക്കുന്ന, വലാലത്തിലേക്ക് ക്ഷണിക്കുന്ന സംഘങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് മാത്രമാണ്. ഇനി റസൂലുള്ളാഹി പറഞ്ഞതോ, ഞാൻ ആദ്യം സൂചിപ്പിച്ച വചനത്തിലുള്ളത്, മുസ്ലിം സമുദായം 73 കക്ഷികളായി ഭിന്നിക്കുമ്പോ ഫഅ്തസിൽ തിൽകൽ ഫിറഖ കുല്ലഹ, ആ 73 കക്ഷിയിൽ നിന്നും നീ വിട്ടുനിന്നോ എന്ന് നബി പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് സിൻതാനി വസബഊന ഫിന്നാർ, 72 കക്ഷി നരകത്തിലാണ്. വവാഹിദത്തുൻ ഫിൽ ജന്നാന, ഒരു കക്ഷി അത് സ്വർഗത്തിലായിരിക്കും എന്നാണ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ്, എന്റെ സമുദായത്തിൽ ഒരു സംഘം, ഒരു വിഭാഗം ആളുകൾ അവര് സംഘടിച്ചുകൊണ്ട് തന്നെ ഒറ്റക്കൊറ്റക്ക് നിൽക്കുമെന്നല്ല, നേരെ മറിച്ച് അവർ സംഘടിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനത്തെ ഒരു ത്വായിഫത്ത്, ഒരു കൂട്ടം ആളുകൾ തന്നെ, സംഘടിച്ചു നിൽക്കുന്ന ആളുകൾ തന്നെ ഖിയാമത്ത് നാൾ വരെ നിലകൊള്ളും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതില് മുസ്ലിം സമുദായം ഭിന്നിച്ചു പോയാൽ ഒന്നും വേണ്ട, എല്ലാറ്റിൽ നിന്നും വിട്ടുനിൽക്കണം എന്ന് നബി പറഞ്ഞു എന്ന് പറഞ്ഞത് ശരിയല്ല. നബി വചനത്തിന് എതിരാണ് ആ വാദം. രണ്ടാമതായി ഈ നബിവചനം നമുക്ക് മനസ്സിലാക്കി തരുന്ന മറ്റൊരാശയം, ഒരിക്കലും ഒറ്റപ്പെട്ടു നിൽക്കുകയല്ല വേണ്ടത്, സംഘടിച്ചു നിൽക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കി,
മനുഷ്യവർഗത്തെ തന്നെ എടുത്തു നോക്കിയാൽ, ഭൂമുഖത്ത് ജീവിക്കുന്ന ജീവജാലങ്ങളെ എടുത്തു നോക്കിയാൽ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മതപരമായി അവന് നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾ എടുത്തു നോക്കിയാൽ, അവന്റെ ആരാധനാ കർമ്മങ്ങൾ, അനുഷ്ഠാന കർമ്മങ്ങൾ, ഒരു മനുഷ്യൻ അവന്റെ കുടുംബജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ അവൻ പാലിക്കേണ്ട നിയമങ്ങൾ, ഇതെല്ലാം പറഞ്ഞു തന്നിടത്ത് ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് നിൽക്കേണ്ട ഒരു സാഹചര്യമോ വേറിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയോ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോ ഇസ്ലാം കാര്യങ്ങൾ 5 എന്ന് പറയുമ്പോൾ ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നെ നമസ്കാരം ഒറ്റക്കല്ല ചെയ്യേണ്ടത്, നേരെ മറിച്ച് ജമാഅത്തായിട്ടാണ് അത് നിർവഹിക്കേണ്ടത്. അങ്ങനെയാണ് റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇനി ആരാണ് ഈ ജുമുഅക്കും ജമാഅത്തിനും ഈദിനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കേണ്ടത്? നബി ഉള്ളപ്പോൾ നബി തന്നെയാണ് നേതൃത്വം കൊടുത്തത്. അബൂബക്കർ സിദ്ദീഖ് ഖലീഫയായപ്പോൾ അദ്ദേഹം കൊടുത്തു, അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിച്ച ആള്. അപ്പൊ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ആ ഭരണാധികാരിയാണ് നമസ്കാരത്തിന്, ജുമുഅക്ക്, ഈദിന് നേതൃത്വം നൽകേണ്ടത്. നമുക്ക് ഭരണമല്ല ഇന്ത്യ രാജ്യത്ത്, അതുകൊണ്ട് നമുക്ക് നിസ്കാരത്തിന് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ഇമാമൊന്നും വേണ്ട എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെയോ, നമ്മൾ 3 ആളൊരു സ്ഥലത്തുണ്ടെങ്കിൽ, 2 ആളൊരു സ്ഥലത്തുണ്ടെങ്കിൽ ഒരു ജമാഅത്ത് സംഘടിപ്പിച്ചു ഒറ്റക്ക് നിസ്കരിക്കരുത്, ജമാഅത്തായിട്ട് നമസ്കരിക്കണം. ഇതാണ് നമ്മളെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് പ്രവാചകന്റെ നിർദ്ദേശം. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കുക, സക്കാത്ത് ഇത് സംബന്ധമായും നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം അതിങ്ങനെ ഒരാള് മറ്റൊരാൾക്ക് ഇങ്ങനെ നേരിട്ടാണ് കൊടുക്കുക എന്നല്ല, നേരെ മറിച്ച് ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. വിശുദ്ധ ഖുർആനിൽ വന്നതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞത് തുഖദു മിൻ അഗ്നിയാഇഹിം ഫതുറദ്ദു അലാ ഫുഖറാഇഹിം. അവരുടെ കൂട്ടത്തിലെ ധനികരിൽ നിന്ന് എടുക്കപ്പെടുകയും ദരിദ്രരിലേക്ക് മടക്കപ്പെടുകയും ചെയ്യുന്നത് എന്നാണ്. ധനികൻ ദരിദ്രന് നേരിട്ട് കൊടുക്കുന്നത് എന്നല്ല, നേരെ മറിച്ച് തുഖദു മിൻ അഗ്നിയാഇഹിം, അവരിലെ ധനികരിൽ നിന്ന് എടുക്കപ്പെടുന്നു, സ്വീകരിക്കപ്പെടുന്നു. എന്നിട്ട് ഫതുറദ്ദു ഇലാ ഫുഖറാഇഹിം, അവരിലെ ദരിദ്രരിലേക്ക് അത് മടക്കപ്പെടുന്നു എന്നാണ്. ധനികൻ ദരിദ്രന് നേരിട്ടാണ് കൊടുക്കണം എന്നല്ല പറഞ്ഞത്, ധനികരിൽ നിന്ന് സ്വരൂപിക്കണം. അപ്പൊ അത് ഒരു വ്യക്തി എന്റെ സക്കാത്ത് ഞാൻ വിചാരിച്ച പോലെ എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ഇങ്ങനെ ചെയ്യുമെന്നല്ല. സക്കാത്ത് കൊടുക്കേണ്ടത് ആർക്കാ? നബിയാണ് സ്വീകരിച്ചിരുന്നത്. ചില ആളുകൾ നബി മരണപ്പെട്ടപ്പോ പറഞ്ഞു, മുഹമ്മദ് നബിക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. ഖുർആൻ ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൽ ലഹും. അങ്ങനെയാണല്ലോ പറഞ്ഞത്. നീ അവരുടെ ധനത്തിൽ നിന്ന് സക്കാത്ത് സ്വീകരിച്ചോ എന്ന്. അവരെ ശുദ്ധീകരിക്കുവാനും സംസ്കരിക്കുവാനും ഉതകും വിധം അവരുടെ ധനത്തിലെ സക്കാത്ത് നീ സ്വീകരിച്ചോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്റെ പ്രാർത്ഥന അവർക്ക് സമാധാനമാണ്. അതുകൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന, ഞങ്ങൾക്ക് സമാധാനം ലഭിക്കത്തക്ക വിധം പ്രാർത്ഥിക്കാൻ കഴിയുന്നത് പ്രവാചകനാണ്. ആ പ്രവാചകൻ മരിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ഇനി സക്കാത്ത് തരില്ല. അബൂബക്കർ സിദ്ദീഖിന് സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചൊരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലൗ ഖാതിലന്നഹും അലാ മൻഇഹാ. റസൂലുള്ളാഹിന്റെ കാലത്ത് കൊടുത്തിരുന്ന ഒരു ഒട്ടകത്തിന്റെ കഴുത്തിൽ കെട്ടിയിരുന്ന ഒരു കയറ്, അല്ലെങ്കിൽ ഒരു ഒട്ടകക്കുട്ടി, ഇതിനെപ്പോലും നിങ്ങൾ തരാതിരുന്നാൽ അതിന്റെ പേരിൽ ഞാൻ യുദ്ധം ചെയ്യുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സക്കാത്ത് അവരിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്, യുദ്ധം പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചത്, അങ്ങനെ ചില ആൾക്കാർക്ക് വാദം ഉണ്ടായിരുന്നു, നബില്ലല്ലോ ഇനി എന്തിനാ സക്കാത്ത് കൊടുക്കുന്നത്. എന്നാൽ പിന്നെ ഖലീഫ അല്ലെങ്കിൽ ഭരണാധികാരില്ല, ഭരണാധികാരി ഉണ്ടെങ്കിൽ സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യണം. അതുകൊണ്ട് അല്ലാത്തയിടത്തൊന്നും സക്കാത്ത് ശേഖരിക്കും ചെയ്യണ്ട, വിതരണം ചെയ്യണ്ട. അതൊക്കെ ഓരോരുത്തരും അവനാന്റെ ഹിതത്തിനനുസരിച്ച് ചെയ്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷേ ഇവിടെ റസൂലുള്ള ഉള്ളപ്പോ റസൂലുള്ളയാണ്, അബൂബക്കർ സിദ്ദീഖ് ഉള്ളപ്പോ അബൂബക്കർ സിദ്ദീഖാണ് ഇമാമായി നിന്നത്. എന്നാലും നബിയില്ല, അബൂബക്കർ സിദ്ദീഖില്ല, ഒരു ഖലീഫല്ല, ഭരണാധികാരിയില്ല, ഭരണമില്ല എന്ന് കരുതിയിട്ട് നമ്മൾ പള്ളിയിൽ ജമാഅത്ത് നടത്താതിരിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ ജമാഅത്ത് നടത്തുന്നു. ഇതേപോലെയാണ് വെള്ളിയാഴ്ചയിലെ ജുമുഅ. ഖലീഫല്ല എന്നുള്ളത് കൊണ്ട് ഭരണമല്ല, ഭരണാധികാരി നിശ്ചയിച്ച ആളില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ പള്ളിയിൽ ജുമുഅ നടത്താതിരിക്കുന്നില്ല. ഇതേപോലെ തന്നെ ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കുമ്പോൾ ഖലീഫയാണ് അവിടെ നടത്തിയിരുന്നത്. ഖലീഫയില്ല, ഭരണമില്ല, ഭരണാധികാരിയില്ല, ഭരണാധികാരി നിശ്ചയിച്ച ആളുമില്ല. അതുകൊണ്ട് ഈദ്ഗാഹ് വേണ്ട എന്ന് നമ്മൾ നിശ്ചയിച്ചിട്ടില്ല, നമ്മൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തന്നെ ഒരു ഖലീഫ ഭരണമുള്ളപ്പോൾ ഭരണാധികാരിയുടെ കീഴിൽ നടന്നു പോന്നിരുന്ന കാര്യങ്ങളാണ്. ഇതേപോലെയാണ് സക്കാത്തും. ആ ഭരണാധികാരി ഇല്ലാത്തതുകൊണ്ട് സക്കാത്ത് അങ്ങനെ കൊടുക്കേണ്ടതില്ല എന്ന് ചില ആളുകൾ പറഞ്ഞു നടക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നേരെ മറിച്ച് അതിനും
നമ്മൾ നമ്മുടെ ഉള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അത് ശേഖരിച്ച് സ്വരൂപിച്ച് അർഹരായ ആളുകൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ നിങ്ങൾ എടുത്തു നോക്കുക, ഒരു കുടുംബ സംവിധാനം അങ്ങനെയാണ്. അത് വാപ്പ വേറെ, ഉമ്മ വേറെ, മകൻ വേറെ, ഇങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ടല്ല, നേരെ മറിച്ച് ഇവര് വേറിട്ട് കുടുംബങ്ങളായാൽ പോലും ഒരുമിച്ചുകൊണ്ട് ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് സഹകരിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. ഇനി മുസ്ലിം സമൂഹത്തിന്റെ അയൽവാസിയുടെ കാര്യത്തില് അതും ഇസ്ലാം ആ കൂട്ടായ്മക്ക് നൽകിയ പ്രാധാന്യം കുറച്ചൊന്നുമല്ല. ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാവുന്നതാ. ഈ നിലക്കുള്ള സാമൂഹികമായ കാര്യങ്ങളില് അതേപോലെ തന്നെ കുടുംബപരമായ കാര്യങ്ങളില് എന്തിനധികം നമ്മുടെ ആരാധനാ കർമ്മങ്ങളടക്കം സംഘടിപ്പിച്ച് നിർവഹിക്കേണ്ട കാര്യങ്ങളാണ്. ആ രൂപത്തിലാണ് ഇസ്ലാം എല്ലാ രംഗത്തും വ്യക്തമായ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ ആ നിലക്കല്ലാതെ ഞാൻ ഒറ്റക്ക് എന്നുള്ള നിലക്ക് എന്റെ നിസ്കാരം പോലും ആ ഒറ്റക്ക് നിർവഹിക്കേണ്ടതല്ല, അതേപോലെ ജുമാ ഒറ്റക്ക് നിർവഹിക്കേണ്ടതല്ല, പെരുന്നാൾ ഒറ്റക്ക് നിർവഹിക്കേണ്ടതല്ല, ഇസ്തിസ്ഖാ ഒറ്റക്ക് നിർവഹിക്കേണ്ടതല്ല, ഗ്രഹണ നമസ്കാരം ഒറ്റക്ക് നിർവഹിക്കേണ്ടതല്ല, മയ്യിത്ത് നമസ്കാരം അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ഒറ്റക്ക് നിർവഹിക്കേണ്ടതല്ല. അതേപോലെ തന്നെയാണ് സക്കാത്തു, അത് ഒറ്റക്കായിട്ടല്ല ചെയ്യേണ്ടത്. ഇതേപോലെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ഇതൊക്കെ ഓരോരുത്തൻ തനിച്ചിങ്ങനെ നിന്ന് ഒറ്റക്ക് നിന്ന്, ഇവിടെ മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടായാൽ പിന്നെ ഓരോരുത്തൻ വേറെ വേറെ നിന്ന് തനിച്ച് നിന്ന് ഒറ്റക്കൊറ്റക്ക് ചെയ്യുകയാണ് വേണ്ടത് എന്ന കാഴ്ചപ്പാട് ഇസ്ലാമിൻ്റെതല്ല. ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. ഇസ്ലാം പഠിപ്പിച്ചു തന്നതിന് വിരുദ്ധമാണ്. പ്രവാചകൻ വളർത്തിയെടുത്ത സമൂഹത്തെ ഭരണമെന്ന് ആലോചിക്കാൻ കഴിയാത്ത, ഒറ്റപ്പെട്ട് പേടിച്ചു കഴിഞ്ഞുകൂടിയിരുന്ന, രഹസ്യപ്രബോധനം നടത്തിയിരുന്ന ആ കാലം മുതൽക്ക് തന്നെ ഉള്ളവർ അവരെ സംഘടിപ്പിച്ച് ഒരുമിച്ച് നീങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കാണാവുന്നതാണ്. പിന്നെ ഇതേപോലെ തന്നെ 3 ആളുകൾ ഒരു യാത്രയിലാണെങ്കിൽ റസൂലുള്ള പറഞ്ഞു, ഇല്ല അമ്മറു വാഹിദം, അവരുടെ കൂട്ടത്തിൽ ഒരാളെ അമീറായിട്ട്, നേതാവായിട്ട് നിശ്ചയിക്കണം. ഒരു നാട്ടിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഒരു നേതാവിന്റെ കീഴിൽ ബാക്കിയുള്ളവർ അനുസരിച്ച് ഇങ്ങനെ സംഘടിച്ച് ഒരു കൂട്ടായ്മയായി കഴിഞ്ഞുകൂടണം എന്നതിൽ സംശയമില്ല. പക്ഷെ അത് മാത്രം പോരാ. മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാവുന്നതാ. ഒരാഴ്ചത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ ഒരു 10 ആളുകൾ അല്ലെങ്കിൽ ഒരു 50 ആളുകൾ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ എണ്ണം കൂടിയ എണ്ണമൊക്കെ ഒരു യാത്ര സംഘമായിട്ട് പോകും. ആ ഘട്ടത്തിൽ പോലും അവരിങ്ങനെ മുതല പുഴുങ്ങിയ പോലെ ഓരോരുത്തൻ വേറെ വേറെ ഒറ്റക്കായിരിക്കരുത്. നേരെ മറിച്ച് എന്ത് വേണം? ഒരു നേതൃത്വത്തെ അനുസരിച്ച്, ഒരു നേതൃത്വത്തിന് കീഴിൽ ഒരു സംഘമായി സംഘടിച്ചുകൊണ്ടൊരു കൂട്ടായ്മയായിട്ടാണ് അവർ നീങ്ങേണ്ടത് എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അത് യാത്രയിൽ മാത്രമുള്ള ഒരു പ്രത്യേക നിയമമാണ്, അതല്ലാത്ത സന്ദർഭത്തിലേക്ക് ബാധകമല്ല എന്ന് ചില ആളുകൾ ഈ നബി വചനത്തെ അത് സംഘടിച്ച് നേതൃത്വത്തിന് കീഴിൽ ജീവിക്കണം എന്നതിന് തെളിവ് അല്ല എന്നതിന് ഇങ്ങനെ ഒരു ന്യായം പറയാറുണ്ട്. വാസ്തവത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഫത്വ സമാഹാരം 30-33 വാള്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ഫതാവയിൽ ഈ വിഷയം അദ്ദേഹം ചർച്ച ചെയ്യുകയും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത്, മനുഷ്യ ജീവിതത്തിലെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ മാത്രം ഉണ്ടാവുന്ന അവസ്ഥയാണ് യാത്ര. ആ യാത്രയിൽ പോലും ഒരു നേതൃത്വത്തിന് കീഴിൽ സംഘടിച്ചുകൊണ്ടല്ലാതെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് റസൂലുള്ളാഹി നിർദ്ദേശിച്ചത്. ഇതിൽ നിന്ന് ഈ പ്രത്യേക സാഹചര്യത്തിൽ പോലും ഒരു നേതൃത്വത്തിന് കീഴിലാവണം എന്ന് പറഞ്ഞതിനാൽ അല്ലാത്ത ഘട്ടങ്ങളിൽ നിർബന്ധമായും ഒരു നേതൃത്വത്തെ കീഴിൽ സംഘടിച്ചുകൊണ്ടാണ് നിലകൊള്ളേണ്ടത് എന്ന് മനസ്സിലാക്കാവുന്നതാണ് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ നൂറ്റാണ്ടിൽ അറിയപ്പെടുന്ന മുഹദ്ദിസായ അല്ലാമ മുഹമ്മദ് നാസിറുദ്ദീനുൽ അൽബാനി അദ്ദേഹവും ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്. ഷെയ്ഖുൽ ഇസ്ലാം വിശദീകരിച്ചതുപോലെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്തു വേണം? സംഘടിച്ചുകൊണ്ടാണ് യാത്രയിലും യാത്രയല്ലാത്ത ഘട്ടങ്ങളിലും മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ടത് എന്നാണ് അദ്ദേഹവും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി ഇതല്ലാത്തൊരു നബിവചനം വേറെ കാണാം. ഇദാ കുന്തും ഫീ ഫലാത്തിൻ, നിങ്ങൾ 3 ആളുകൾ ഒരു മരുഭൂമിയിലാണ്. അവിടെ നിങ്ങൾ യാത്രയിലാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു 3 ആളുകൾ കഴിഞ്ഞുകൂടുകയാണ് എങ്കിൽ, നമ്മൾ 3 ആളല്ലേ ഉള്ളൂ, ഇവിടെ ഇപ്പം എന്ത് നേതാവ്, എന്ത് അനുയായി
എന്ന് പറഞ്ഞിരിക്കുകയല്ല. ഒരാൾ അവരുടെ നേതാവായിരിക്കണം. ആ നേതാവിനെ ബാക്കിയുള്ളവർ അനുസരിക്കണം. അങ്ങനെ അവർ സംഘടിച്ച് കൂടിയാലോചിച്ച് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കണം എന്നാണ് റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ യാത്രയിലും യാത്രയല്ലാത്ത ഘട്ടങ്ങളിലും മുസ്ലിമീങ്ങള് ഒരു നേതൃത്വത്തിന് കീഴിൽ സംഘടിച്ചുകൊണ്ടാണ് നീങ്ങേണ്ടത് എന്നാണ് പറയുന്നത്. ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം. നബിനോട് പറയാൻ, പ്രവാചകരെ താങ്കൾ അവരോടൊപ്പമാണെങ്കിൽ ഫി അംറിൻ ജാമീൻ, പൊതുവായ ഒരു കാര്യത്തിൽ, ഒരു പൊതുകാര്യം ഇതുപോലെ കൂടിയിരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ ഈ കൂട്ടത്തിൽ നിന്ന് ഒരാള് ആരാണ് ഇവിടെ നേതൃത്വം, നേതാവിന്റെ കൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ഒരു പൊതുകാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ സമ്മതം വാങ്ങാതെ പിരിഞ്ഞു പോവാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്. അപ്പൊ ഇതും ഒരു പൊതുകാര്യങ്ങള് നേതാവിന്റെ കീഴിൽ കൂടിയാലോചിച്ചുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങള് കൂടിയാലോചിക്കേണ്ടതും ചെയ്യേണ്ടതും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അങ്ങനെ കൂടിയാലോചിക്കുമ്പോൾ ആ കൂട്ടായ്മയിൽ നിലകൊള്ളുന്ന ആള് ആ നേതാവിന്റെ സമ്മതം വാങ്ങാതെ പിരിഞ്ഞു പോകാൻ പാടില്ല എന്നാണ് ഖുർആന്റെ നിർദ്ദേശം. നബിന്റെ കൂടെ ആകുമ്പോ നബിന്റെ സമ്മതം വേണം. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതേപോലെ തന്നെ ഒരു പൊതുകാര്യം നേതൃത്വവുമായി കൂടിയാലോചിച്ചു കൊണ്ടിരിക്കെ അതിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവർ നേതൃത്വത്തിന്റെ സമ്മതം വാങ്ങണം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇതേപോലെ തന്നെ മറ്റൊരിടത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇപ്രകാരമാണ്: വല്ല പ്രശ്നങ്ങളും, അത് ഖൗഫിന്റെ അല്ലെങ്കിൽ അമ്നിന്റെ ഭയചകിതമായ പേടിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നു, അല്ലെങ്കിൽ സമാധാനപരമായ ഒരു അവസ്ഥ കൈവന്നു, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമ്പോ ഇദാ ജാഅഹും അംറുൻ മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബി, കേട്ടത് അങ്ങോട്ട് ഓരോരുത്തരും അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അത് അവിടെ ഇങ്ങനെ അക്രമം ഉണ്ടായിട്ടുണ്ട്, അവിടെ നാടാകെ പിന്നെ തകർന്നു പോയിട്ടുണ്ട് എന്നിങ്ങനെ കേൾക്കണോ പറഞ്ഞാൽ നാട്ടിൽ സമാധാനം നഷ്ടപ്പെടും. സത്യസന്ധമായ വാർത്തയല്ല കിട്ടുക. ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചൊരു നേതൃത്വം കൂടിയാലോചിച്ചുകൊണ്ടൊരു തീരുമാനമെടുത്തു ഒറ്റക്കെട്ടായി നീങ്ങുകയാണ് വേണ്ടത്. അതിനു പകരം ഓരോരുത്തരും തോന്നിയത് ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ അത് വലിയ നാശത്തിലേക്കായിരിക്കും എത്തുക. വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും, ആ പ്രശ്നം അവർ റസൂലുണ്ടെങ്കിൽ റസൂലിന്റെ അടുക്കലേക്ക് മടക്കി, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ പ്രശ്നങ്ങൾ വിചിന്തനം ചെയ്ത് അതിൽ നിന്ന് തീരുമാനങ്ങൾ ആവിഷ്കരിക്കാൻ പ്രാപ്തിയുള്ള ഉലുൽ അംർ നേതാക്കന്മാരുടെ അടുക്കലേക്ക് ആ പ്രശ്നം അവർ മടക്കിയിരുന്നുവെങ്കിൽ ആ വിഷയത്തിൽ നിജസ്ഥിതി മനസ്സിലാക്കി എന്ത് ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശം അവരുടെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്യുകയായിരുന്നു വേണ്ടിയിരുന്നത്. മറിച്ച് ഓരോരുത്തരും കേട്ടത് അവനാ പ്രചരിപ്പിച്ച് നടക്കുന്ന രീതി അത് ശരിയല്ല എന്നും കൂടി ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത് ഒരു കൂട്ടായ്മ ഉണ്ടാവണമെന്നാണ്. ഇപ്പൊ ഈ ഒരു രാജ്യത്ത്, ഇപ്പൊ നമ്മൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോ അവിടുത്തെ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് എന്തോ ഒരു സംഭവം ഉണ്ടായപ്പോഴേക്കും ഓരോ വ്യക്തിയും തനിക്ക് തോന്നിയത് അങ്ങനെ വിളിച്ചു പറയാനും പത്രത്തിൽ എഴുതാനും പ്രതികരിക്കാനും തുടങ്ങിയാൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് മൊത്തത്തിൽ നാശായിട്ടാണ് വരിക. നേരെ മറിച്ച് ഈ സമുദായത്തിന് ഗുണകരമായ കാര്യം, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷാബാനു കേസ്, പൊതുവായൊരു പ്രശ്നം വന്നപ്പോ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ തോന്നിയ വിധത്തിൽ പറയുന്നതിന് പകരം പൊതുവായ പ്രശ്നത്തിൽ മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന നേതൃത്വം കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തു. എന്നിട്ട് ഒറ്റക്കെട്ടായി നീങ്ങി. അതിന്റെ ഫലം രാജ്യത്ത് നമുക്ക് ഉണ്ടായി. അതേപോലെ തന്നെ ഇനി വിശ്വാസപരമായ കർമ്മപരമായ കാര്യങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അതിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകൾ അവർ ചെയ്തു കൂട്ടുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് തെളിവുദ്ധരിച്ചുകൊണ്ട് അത് നേരിടേണ്ടത്, ഏത് വിധത്തിലാണ് പ്രബോധനം ചെയ്യേണ്ടത്, അവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കേണ്ടത്, മതപരമായ കാര്യങ്ങളിൽ ആദർശപരമായ കാര്യങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാര് ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ അത് ശരിയായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. അതല്ലാത്ത നിലക്കാണെങ്കിലോ നമുക്ക്
വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആയിരിക്കും അതുകൊണ്ടുണ്ടാവുക. ഇത് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. അപ്പൊ ഖുർആൻ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്ന യാഥാർത്ഥ്യം ഇതാണ്: സംഘടിച്ചുകൊണ്ടൊരു നേതാവിൻ കീഴിൽ സംഘടിച്ചുകൊണ്ട് കൂടിയാലോചിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങേണ്ടത് എന്നാണ്. ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഫഅ്തസിൽ തിൽക്കൽ ഫിറഖ കുല്ലഹ എന്ന നബിവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് പലപ്പോഴും സംഘടന തന്നെ തിന്മയാണ്, ഓരോരുത്തരും സംഘടനയിൽ നിന്ന് വിട്ടു ഒറ്റക്കൊറ്റക്ക് നിൽക്കുകയാണ് വേണ്ടത് എന്നുള്ള ഉപദേശങ്ങളും ആ നിലക്കുള്ള പ്രചാരണങ്ങളും നടന്നു വന്നിട്ടുള്ളത്. വാസ്തവത്തിൽ അത് ഖുർആനിന്റെ ഈ വചനങ്ങൾക്ക് എതിരാണ്, നബി വചനങ്ങൾക്ക് എതിരാണ്. പ്രസ്തുത ഹദീസ് തന്നെ പൂർണ്ണരൂപത്തിൽ വായിച്ചു മനസ്സിലാക്കിയാൽ ആ ഹദീസിനും എതിരാണ് ആ വാദഗതി എന്ന് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഇതേപോലെ തന്നെ ഇത് സംബന്ധമായി സാധാരണ തെറ്റായ നിലക്ക് ആളുകൾക്കിടയിൽ ധരിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: എന്ത്? ഈ ഒരു സംഘമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ അതിൽ കക്ഷിത്വം വരും. ഈ സംഘം എന്നുള്ള നിലക്ക് കക്ഷിത്വം വരും എന്നാണ്. അത് ഹിസ്ബിയത്താണ്, ഹിസ്ബിയത്ത് പാടില്ല എന്നാണ് പറഞ്ഞു വരാറുള്ളത്. എന്താണ് ഹിസ്ബിയത്ത് എന്നുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഹിസ്ബ് ഒരു കക്ഷിയായി, ഞങ്ങളൊരു കക്ഷിയാണ് എന്ന് പറഞ്ഞാൽ അത് ഹിസ്ബിയത്താകുമോ? അത് പാടില്ലാത്ത വിരോധിക്കപ്പെട്ട ഹിസ്ബിയത്താണോ, കക്ഷിത്വമാണോ? ഒരിക്കലും അല്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. അറിയുക, അള്ളാഹുവിന്റെ ഹിസ്ബ്, അള്ളാഹുവിന്റെ കക്ഷി, അള്ളാഹുവിന്റെ പാർട്ടി, അവരാണ് വിജയം കൈവരിക്കുന്ന പാർട്ടി എന്ന്. അപ്പൊ ഹിസ്ബ്, അള്ളാന്റെ ഹിസ്ബ്, അള്ളാന്റെ കക്ഷി, അള്ളാന്റെ പാർട്ടി എന്ന് ഖുർആൻ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഹിസ്ബ് പാടില്ല, ഒരു കക്ഷിയായി നിൽക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അത് ഖുർആനിന് എതിരാണ്. നേരെ മറിച്ച് ഹിസ്ബുല്ലാ എന്ന് പറയുന്ന, അള്ളാഹുവിന്റെ കക്ഷി എന്ന് പറയുന്ന ആ കക്ഷിയിൽ നിലകൊള്ളണമെന്നും, എന്നാൽ ഹിസ്ബു ഷൈത്താൻ, ഷൈത്താന്റെ കക്ഷിയായിട്ട് നിലകൊള്ളാൻ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഹിസ്ബു ഷൈത്താൻ, അതാണ് പാടില്ലാത്ത കക്ഷിത്വം. ഷെയ്ത്താന്റെ കക്ഷിയായിട്ട് നിൽക്കാൻ പാടില്ല. നേരെ മറിച്ച് ഹിസ്ബുള്ള, അള്ളാഹുവിന്റെ കക്ഷിയായി നിലകൊള്ളണം എന്നതാണ്. അപ്പൊ ഒരു കക്ഷിയിൽ ചേരുക എന്നുള്ളതല്ല പ്രശ്നം എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ആ കക്ഷിയിൽ ചേരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ, ആ കക്ഷിയിൽ നിലകൊള്ളുന്നത് എങ്ങനെ എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് ഈ ഖുർആനിന്റെ പദപ്രയോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. മുസ്ലിമീങ്ങളെ, സത്യവിശ്വാസികളെയാണ് ഖുർആൻ എന്ത് ചെയ്യുന്നത്? ഹിസ്ബുല്ലാ എന്ന് പറഞ്ഞിട്ടുള്ളത്, അള്ളാന്റെ പാർട്ടി, അള്ളാന്റെ കക്ഷി എന്ന്. ആ കക്ഷിയിൽ നിലകൊള്ളൽ എന്തല്ല? ഹിസ്ബിയത്തല്ല. എന്നാൽ ഹിസ്ബു ശൈത്താൻ, പിശാചിന്റെ പാർട്ടി, പിശാചിന്റെ കക്ഷി, അതേ പ്രയോഗം, അതേ ഹിസ്ബ് എന്ന വാക്കാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. അത് പാടില്ല എന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിഷയത്തിന്റെ മർമ്മം എന്താ? എന്താണ് ഈ കക്ഷിത്വം? അത് നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഖുർആനും ഹദീസും വിരോധിച്ചിട്ടുള്ള കാര്യം ആ കക്ഷിത്വം, പക്ഷപാതിത്വം എന്നൊക്കെ പറയുന്നത്, അതിന് 3 തലങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഒന്ന് വ്യക്തി തലമാണ്, രണ്ടാമത്തേത് കുടുംബ തലമാണ്, മൂന്നാമത്തേത് സമൂഹ സംഘ തലമാണ്. വ്യക്തി തലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോ ഖുർആൻ പല സ്ഥലങ്ങളിലും കാണാം, വലാ തത്തബിഉ അഹ്വാഅകും, നിങ്ങൾ നിങ്ങളുടെ ദേഹേച്ഛയെ പിൻപറ്റരുത് എന്ന് വിലക്കുന്നുണ്ട്. എന്താ ദേഹേച്ഛ? എനിക്കൊരു ചായ കുടിക്കണമെന്ന് തോന്നി, ഞാൻ ചായ കുടിച്ചു, അത് ഹറാമാണോ? എനിക്ക് കിടന്നുറങ്ങണം തോന്നി, ഞാനൊന്ന് കിടന്നുറങ്ങി, അത് ഹറാമാന്ന് പറയാൻ പറ്റുമോ? അത് നിങ്ങളുടെ ഇച്ഛയെ പിൻപറ്റരുത് എന്ന് ഖുർആൻ വിലക്കിയ കാര്യമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പിന്നെന്താ? അള്ളാഹുവിന്റെ ദീനിന് എതിരായി എന്റെ ഇച്ഛ, അള്ളാഹുവിന്റെ ദീനിന്റെ താല്പര്യവും എന്റെ ഇച്ഛയും ഏറ്റുമുട്ടുമ്പോൾ അവിടെ ദീനിന്റെ താല്പര്യമാണോ അല്ല എന്റെ ഇച്ഛയെയാണോ ഞാൻ പരിഗണിക്കുന്നത്? ഏതിനാണ് മുൻഗണന നൽകുന്നത്? അതാണ് പ്രശ്നം. സുബഹിന്റെ ബാങ്ക് ഇങ്ങനെ കേൾക്കുന്നു. ആ ബാങ്ക് കേട്ടപ്പോ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോയി സുബഹി ജമാഅത്തിൽ പങ്കെടുക്കണം. ഇത് ദീനിന്റെ താല്പര്യം. എന്നാല് രാത്രി കിടന്നുറങ്ങാൻ വൈകിയതല്ലേ, ഇനി ഇപ്പോ ഉണെന്നെങ്കിലും നല്ല ക്ഷീണാണ്, എഴുന്നേൽക്കാൻ പ്രയാസം, അവിടെ തന്നെ കിടന്നോ? പിശാചിന്റെ മന്ത്രം, മനസ്സിന്റെ മന്ത്രം, അവിടെ തന്നെ കിടന്നു. അപ്പൊ എനിക്കിപ്പോ അതാണ് താല്പര്യം. ആ നിലയ്ക്ക് ഇച്ഛയെ നമ്മൾ പിൻപറ്റാൻ പാടുണ്ടോ? അത് പാടില്ല. അതാണ് നിങ്ങളെ ഇച്ഛയെ നിങ്ങൾ പിൻപറ്റരുത് എന്ന് പറഞ്ഞത്. കള്ള്, കൂട്ടുകാരൊക്കെ കള്ളു കുടിക്കുന്നു. ആ തനിക്കും ഒരു പെഗ് തന്റെ മുമ്പിലേക്കും
എന്താ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് കൂട്ടുകാരൊക്കെ പ്രേരിപ്പിക്കുകയാണ്. ഈ ടീമിൽ എന്റെ ഈ സുഹൃത്തുക്കളോടൊപ്പം ആ ഒരു സ്റ്റാറ്റസ് കീപ്പ് ചെയ്ത് പോവണമെങ്കിൽ ഈ ഒരു പെഗ് അവരോടൊപ്പം ഞാനും ഇരുന്ന് അടിക്കണം, ഇല്ലെങ്കിൽ അത് എനിക്ക് ഷെയ്മാണ് എന്ന് തോന്നിയിട്ട് എന്റെ ഇച്ഛയെ പിൻപറ്റിയിട്ട് കൂട്ടുകാരോടുള്ള താല്പര്യമനുസരിച്ച് എന്റെ ഇച്ഛ പ്രേരിപ്പിച്ചതനുസരിച്ച് ഞാൻ ചെയ്യുന്നുവോ? ദീനിന്റെ താല്പര്യവും എന്റെ മനസ്സിന്റെ താല്പര്യവും ഏറ്റുമുട്ടുമ്പോൾ അവിടെ ദീനിന്റെ താല്പര്യത്തെ മറികടന്നുകൊണ്ട് ഇച്ഛയെ, അതിന് വിരുദ്ധമായി ഇച്ഛയെ പിൻപറ്റരുത്. അതാണ് വിരോധിക്കപ്പെട്ടത്. അല്ല എനിക്ക് ആ പള്ളിയിൽ പോയി നമസ്കരിക്കണം, കാരണം കുറച്ച് ദീർഘമായി ഖുർആൻ ഓതി നമസ്കരിക്കുന്നു, അതല്ലെങ്കിൽ എനിക്ക് ഈ സമയത്ത് എഴുന്നേറ്റിരുന്നിട്ട് ഖുർആന് ഒരു 2 ജുസ് ഓതണം എന്ന് തോന്നി, എന്റെ മനസ്സിൽ തോന്നിയതാണ്. ആ ഇച്ഛയെ ഞാൻ അനുസരിച്ചു, ഞാൻ എഴുന്നേറ്റു, ഞാൻ മുസഹഫ് എടുത്തു, ഞാൻ ഖുർആൻ ഓതി, എന്നിട്ട് ഞാൻ കിടന്നു. ഇത് തെറ്റാണോ? അല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ താല്പര്യത്തിന് എതിരായി തന്റെ ദേഹത്തിന്റെ ഇച്ഛയെ ഒരാൾ അനുസരിക്കുന്നുവെങ്കിൽ അതാണ് തെറ്റ്. അതാണ് ഹവയെ പിൻപറ്റുക. പിൻപറ്റാൻ പാടില്ലാത്ത ഹവ അതാണ് വ്യക്തി തലത്തിലുള്ളത്. രണ്ടാമത്തേത് കുടുംബതലമാണ്. എന്റെ കുടുംബത്തിന്റെ താല്പര്യവും ദീനിന്റെ താല്പര്യവും എതിരായി വരുമ്പോ ഞാൻ ഏത് സ്വീകരിക്കണം എന്നതാണ് പ്രശ്നം. അള്ളാഹുവിന്റെ ദീനിന്റെ താല്പര്യത്തിന് മുൻഗണന നൽകണം. നേരെ മറിച്ച് എന്റെ ജ്യേഷ്ഠനും എന്റെ അനുജനും എന്റെ ഉമ്മയും എന്റെ ഉപ്പയും ഞങ്ങൾ ഒരു കുടുംബ സംഗമത്തിലുള്ള തീരുമാനം, ആ തീരുമാനം അനുസരിച്ച് ഞാൻ ഇത് ചെയ്യുകയല്ലാതെ നിവൃത്തിയില്ല. എന്താ? കുടുംബ സംഗമത്തിലെ തീരുമാനപ്രകാരം ബദരീങ്ങളാണ്ട് എന്റെ വീട്ടിൽ വെച്ച് നടത്തണമെന്നാണ്. ഞാൻ അതനുസരിച്ച് ബദരീങ്ങളാണ്ട് എന്റെ വീട്ടിൽ വെച്ച് നടത്തണോ? ഇല്ലെങ്കിൽ കുടുംബക്കാര് പണങ്ങും. അപ്പൊ ഞാൻ എന്തു ചെയ്യണം? ഇവിടെയാണ് ഏറ്റുമുട്ടൽ വരുന്നത്. ദീനിന്റെ താല്പര്യവും എന്റെ കുടുംബത്തിന്റെ താല്പര്യവും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇതേപോലെ തന്നെ ഒരു അയൽവാസിയുമായുള്ളൊരു സ്വത്ത് തർക്കം, ന്യായം അയൽവാസിയുടെ കൂടെയാണ്. കുടുംബയോഗം ചേർന്ന് തീരുമാനിക്കുന്നു അയാളെ കയ്യേറ്റം ചെയ്യണമെന്ന്. എന്നാൽ ഇവിടെയാണ് കുടുംബ താല്പര്യവും ദീനിന്റെ താല്പര്യവും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. നേരെ മറിച്ച് കുടുംബയോഗം ചേർന്ന് അതിലിങ്ങനെ കുടുംബത്തിലെ പാവപ്പെട്ട ആളുകൾക്കൊക്കെ ഒരു സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കാൻ സമ്പന്നരായ കുടുംബത്തിലെ ആളുകളൊക്കെ കൂടി 1 ലക്ഷം രൂപ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ തീരുമാനം അംഗീകരിക്കുന്നത് തെറ്റാണോ? അത് ഒരു അസബിയത്ത്, കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഒരു ഗോത്രത്തിന്റെ പക്ഷപാതിത്വം എന്ന് പറയാൻ പറ്റുമോ? അത് വിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമല്ല, നല്ല കാര്യമാണ്, അത് ചെയ്യാവുന്നതാണ്. ദീനിന്റെ താല്പര്യത്തിന് എതിരായി കുടുംബ താല്പര്യം, അതിന് മുൻഗണന നൽകലാണ് ഇവിടെ പാടില്ല എന്ന് പറഞ്ഞ കാര്യം. അതാണ് ഇസ്ലാം. പ്രവാചകൻ ഈ ജാഹിലിയത്തിലെ അസബിയത്ത് അവിടുന്ന് രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള നഖ്വ ജാഹിലിയ, അസബിയ ജാഹിലിയ, അസബിയ ഖബലിയ, ആ ഗോത്രപരമായ പക്ഷപാതിത്വം, ആ ഗോത്രപരമായ ആ പക്ഷപാതിത്വം, അസബിയത്ത് പാടില്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ്. അനമിൻ ഗസയ്യത ഇൻ ഗവത് ഗവൈതു വഇൻ തർഷുദു ഗസയ്യതു അർഷുദു. ഞാൻ ഗസയ്യ ഗോത്രക്കാരനാണ്. എന്റെ ഗോത്രം നേർവഴിയിലാണെങ്കിൽ ഞാനും നേർവഴിയിൽ, എന്റെ ഗോത്രം ദുർമാർഗത്തിലാണെങ്കിൽ ഞാനും ദുർമാർഗത്തിൽ എന്നൊരു കവി പാടിയത് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു പഴയകാലത്തെ അവരുടെ ഗോത്രത്തിന്റെ അവസ്ഥ. എന്റെ ഗോത്രം നേർവഴിയിലാണെങ്കിൽ ഞാനും നേർവഴിയിൽ, എന്റെ ഗോത്രം ദുർമാർഗത്തിലാണെങ്കിൽ ഞാനും ആ ദുർമാർഗത്തിൽ. അപ്പൊ ഗോത്രത്തിന്റെ തീരുമാനം, കുടുംബത്തിന്റെ തീരുമാനം എന്ത്? അതിന്റെ ഒപ്പം ഞാൻ നിൽക്കും. അത് സത്യമാണോ അസത്യമാണോ എന്ന പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല എന്നർത്ഥം. ഇതാണ് ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യം. ഇതിന്റെ ഒന്നുകൂടി വിശാലമായ മാനമാണ് ഏത്? ഹിസ്ബിന്റെ, കക്ഷിയുടെ, പാർട്ടിയുടെ താല്പര്യം. അതാണ് ഹിസ്ബിയത്ത് എന്ന് പറയുന്നത്. ഞാൻ ഉൾക്കൊള്ളുന്ന കുടുംബത്തിലെ ഒരുപാട് കുടുംബങ്ങളിലെ ആളുകൾ കൂടിയിട്ടുള്ള ഒരു കൂട്ടായ്മ, നമ്മുടെ സംഘടന പോലുള്ള ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ പോലുള്ള സംവിധാനങ്ങൾ, ഈ സംഘടന കൂടിയിട്ട് ഇപ്പൊ നമുക്ക് പല ആളുകൾക്കും ജോലി അസൗകര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു നിശ്ചിത സമയം നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ഖുർആന് പഠിക്കുക, ഹദീസ് പഠിക്കുക എന്നൊരു തീരുമാനമെടുത്തു. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ കൂട്ടായ്മയിൽപ്പെട്ട ആളുകൾ കൂടിയിരുന്നിട്ട് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം ഹിസ്ബിയത്താണോ? അത് തെറ്റാണോ? നമ്മൾ ഈ കൂടിയിരിക്കുന്ന ആളുകൾ ഖുർആൻ പഠിക്കാൻ
ഈ കൂടിയിരിക്കുന്ന ആളുകൾ ഹദീസ് പഠിക്കാൻ, ഈ കൂടിയിരിക്കുന്ന ആളുകൾ മറ്റുള്ളവർക്ക് ഖുർആനും ഹദീസും വിശദീകരിച്ച പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കാൻ, മറ്റുള്ള ആളുകളെ ഇത് വിശദീകരിക്കുന്ന ക്ലാസ്സിലേക്ക് ക്ഷണിക്കാൻ, മറ്റുള്ള ആളുകൾക്ക് നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മളൊരു തീരുമാനമെടുത്ത് അവരെ സമീപിച്ച് അവരെ ഇത്തരം ക്ലാസ്സുകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു തീരുമാനമെടുത്ത് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പറയുന്നത് ഹിസ്ബിയത്താണോ, വിരോധിക്കപ്പെട്ടിട്ടുള്ള പക്ഷപാതിത്വമാണോ? ഒരിക്കലും അല്ല. നേരെ മറിച്ച് ഇവിടെ ഇപ്പൊ തറാവീഹ്, അതല്ലെങ്കിൽ ഖുനൂത്ത്, അല്ലെങ്കിൽ ബദരീങ്ങളാണ്ട്, അല്ലെങ്കിൽ മൗലിദ് കഴിക്കല്, അതല്ലെങ്കിൽ പിന്നെ ബദരീങ്ങളെ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കല്, അതേപോലെ തന്നെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി നേർച്ചയാക്കല്, ഇങ്ങനത്തെ നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളിൽ ഇപ്പൊ അതിപ്പോ എന്താണെങ്കിലും ശരി, ഖുർആൻ ഇങ്ങനെ ഒക്കെ ആണെങ്കിലും ഞങ്ങളുടെ സംഘടനയുടെ തീരുമാനം എങ്ങനെയാണ്? ഈ ഒരു നിലപാട് ഖുർആൻ ആയത്തിന്, നബിവചനത്തിന്റെ പ്രവാചക സുന്നത്തിന് എതിരായി സംഘടന തീരുമാനിച്ചു, അല്ലെങ്കിൽ പാർട്ടി തീരുമാനിച്ചു, എന്റെ പാർട്ടി തീരുമാനം ഇങ്ങനെയാണ്, ആയത്ത് അങ്ങനെയാണെങ്കിലും ഹദീസ് ഇങ്ങനെയാണെങ്കിലും അത് എനിക്ക് ബാധകമല്ല, പാർട്ടി തീരുമാനമാണ് എനിക്ക് ബാധകം എന്ന നിലപാടിൽ ആയത്തും ഹദീസും പരിഗണിക്കാത്ത, ഖുർആനും ഹദീസും പരിഗണിക്കാത്ത, ഇസ്ലാമിക പ്രമാണങ്ങൾ പരിഗണിക്കാത്ത, ആ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി തന്റെ പാർട്ടി, തന്റെ സംഘം അല്ലെങ്കിൽ തന്റെ സംഘടന ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം അംഗീകരിക്കാൻ പാടുണ്ടോ? പാടില്ല. അത് പാടില്ല. അങ്ങനെ ചെയ്യലാണ് ഹിസ്ബിയത്ത്. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തിൽ ചില ആളുകൾ ഇതിനെ അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയി. ഖുർആനും ഹദീസൊന്നും നോക്കേണ്ടതില്ല, അവർ കാലത്തിനനുസരിച്ച് ചില നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും പറഞ്ഞത് അംഗീകരിക്കണമെന്ന് വന്നു. ഇത് നമ്മൾ ഇതുവരെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങൾക്ക് എതിരാണ്. അതുകൊണ്ട് ഇത് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അല്ല, അത് സംഘടനന്റെ സർക്കുലർ എന്നുള്ള നിലക്ക്. എന്തേ നമ്മളെ കൂട്ടത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ചില ആളുകളുണ്ടല്ലോ, ആ ആളുകള് ഖുർആനിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ പ്രസംഗിച്ച് നടന്നിരുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി ഇപ്പൊ എഴുതാനും പറയാനും, അല്ലെങ്കിൽ ആരെങ്കിലും എഴുതിയതോ പറഞ്ഞതോ ന്യായീകരിക്കാനും നിൽക്കുന്നത് എന്തുകൊണ്ടാ? അത് ഞങ്ങൾ ഇങ്ങനെ ഒരു കക്ഷിയാണ്, ഞങ്ങളെ കക്ഷിന്റെ നിലപാട് ഇതാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അത് ന്യായീകരിക്കുന്നു. അതാണ് ഹിസ്ബിയത്ത്, അതാണ് കക്ഷിത്വം, അതാണ് പാടില്ലാത്തത്. നേരെ മറിച്ച് വളരെ വ്യക്തമായി ഞാൻ എന്റെ സ്വന്തം അനുഭവം വെച്ച് നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം വെച്ച് മറ്റുള്ളവരോട് പറയാം. ഇപ്പൊ ഇവിടെ ഇസ്ലാഹി സെന്ററിന്റെ ഒരു യോഗത്തിൽ മതപരമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഇന്നതാണ് എന്ന് ബോധ്യമായാൽ ആയത്തു ഹദീസും പോട്ടെ, അത് നമുക്ക് നമ്മുടെ തീരുമാനം എന്നുള്ള നിലക്ക് അവഗണിച്ചുകൊണ്ടുള്ള ഒരു നീക്കം, അത് കേരള നദുവത്തുൽ മുജാഹിദീനോ, കേരള ജമിയത്തുൽ ഉലമക്കോ, ISMനോ, MSMനോ, MGMനോ, ഇസ്ലാഹി സെന്ററുകൾക്കോ, സലഫി സെന്ററുകൾക്കോ, അതല്ലാത്ത അതിന്റെ പോഷക ഘടകങ്ങൾ, കീഴ്ഘടകങ്ങൾ, യൂണിറ്റുകൾ, ശാഖകൾ, മണ്ഡലങ്ങൾ, ജില്ലകൾ, ഇതിനൊന്നിനും ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പൊ പല വേദികളിലും എനിക്കറിയാം, ജമിയത്തുൽ ഉലമയിലാണെങ്കിൽ ഒരു വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ അവനവൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വ്യക്തമായിട്ട് അവിടെ തുറന്നു പറയും. എന്നിട്ട് പരസ്പരം തെളിവിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടക്കും. എന്നിട്ട് കൂടുതൽ തെളിവ് കൊണ്ട് ബോധ്യമായ കാര്യം അത് തീരുമാനമായിട്ട് വരും. ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യമായ കാര്യങ്ങൾ മാത്രം അംഗീകരിക്കും. അല്ലാത്ത കാര്യങ്ങൾ അത് പ്രസിഡന്റ് പറഞ്ഞു, അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി പറഞ്ഞു, അല്ലെങ്കിൽ ചെയർമാൻ പറഞ്ഞു, അല്ലെങ്കിൽ കൺവീനർ പറഞ്ഞു എന്നുള്ള നിലക്ക് സ്വീകരിക്കുന്ന രീതി ഞാൻ ഇതുവരെ പരിചയിച്ചിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഇല്ല എന്ന് എനിക്ക് ധൈര്യപൂർവ്വം പറയാൻ സാധിക്കും. കാരണം പല വേദികളിലും എന്നെക്കാൾ എത്രയോ ഉയർന്ന പണ്ഡിതന്മാര് അവരുടെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവരുടെ മുമ്പാകെ എടുത്തു പറയാനും, എന്നിട്ട് അത് ചർച്ച ചെയ്യാനും, സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാനും തിരുത്തേണ്ടത് തിരുത്താനും ഉള്ള മാനസികാവസ്ഥയിൽ അല്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാര് അത് ഏത് ബോഡിയിലാണെങ്കിലും ഇന്ന് വരെ നമുക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. ഇതാണ് വസ്തുത. അപ്പൊ ഇത്രയും ഈ വിഷയത്തിലുള്ള പ്രശ്നമുള്ളൂ. ഇപ്പൊ ഒരു സർക്കുലർ, KNMന്റെ ഒരു സർക്കുലർ വന്നു, ഒരായത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ ഒരു ഹദീസിന് എതിരായി, അത് ഉടനെ തന്നെ സൂചിപ്പിക്കുക ഈ സർക്കുലറിലുള്ള കാര്യം ഇങ്ങനെയാണല്ലോ. സാധാരണഗതിയിൽ അങ്ങനെ വരില്ല
വരാനുള്ള ന്യായമില്ല. ഇനി അഥവാ വന്നാൽ ആ ആയത്തിന്റെ ഹദീസിന്റെ എതിരാണ് എന്ന് പറഞ്ഞ് കാണിച്ചാൽ ഉടനെ അത് തിരുത്തും. അത് തിരുത്തിയിട്ടില്ലെങ്കിലോ അത് സ്വീകരിക്കേണ്ട ബാധ്യത ഒരാൾക്ക് ഇല്ല എന്നുള്ളതാണ് ഈ പ്രസ്ഥാനം നാളിതുവരെ പഠിപ്പിച്ചു പോന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഒരു സമൂഹമായി സംഘടിച്ചു വരുമ്പോൾ ഓരോരുത്തരും മതപരമായ കാര്യങ്ങൾ ഓരോ വ്യക്തിയും തന്നിഷ്ടപ്രകാരം അങ്ങനെ കൈയാളിക്കൂടാ. അതിന് പ്രത്യേകിച്ച് തർക്കമുള്ള കാര്യങ്ങൾ, അഭിപ്രായ വ്യത്യാസമുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ പണ്ഡിതന്മാര്, നമ്മുടെ പണ്ഡിത സഭ അവർ വളരെ വ്യക്തമായി ഈ വിഷയത്തെ സംബന്ധിച്ച് തെളിവുകൾ കൃത്യമായി ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയും ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമ്പോ ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ വിവരമില്ലാത്തവരാണെങ്കിൽ വിവരമുള്ളവരോട് നിങ്ങൾ ചോദിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ വിവരമുള്ള ആളുകൾ അവരുടെ ഇഷ്ടപ്രകാരം പറയല്ല, നേരെ മറിച്ച് വിവരമുള്ള ആളുകൾ പറയുന്നത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആയത്തും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് ആ ആയത്തും ഹദീസും മുൻഗാമികൾ മനസ്സിലാക്കിയത് എങ്ങനെ ആ രൂപത്തിൽ തന്നെ, അതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ അന്ധമായി അനുകരിക്കുക എന്ന നിലപാടല്ല. ഈ ഒരു രീതിയാണ് നമ്മൾ സ്വീകരിച്ചു വരുന്നത്. ഇത് ഹിസ്ബിയത്ത് അല്ല, ഇത് കക്ഷിത്വം അല്ല. അപ്പൊ ഒരു കക്ഷി ഒരു സംഘമായി നിലകൊള്ളുക, ഒരു സംഘത്തിൽ നിലകൊള്ളുക എന്നതല്ല വിരോധിക്കപ്പെട്ടിട്ടുള്ള കക്ഷിത്വം. നേരെ മറിച്ച് ഖുർആനിനും സുന്നത്തിനും എതിരായി തന്റെ സംഘം, തന്റെ പാർട്ടി, തന്റെ സംഘടന ഒരു തീരുമാനമെടുക്കുകയും ആയത്തിനെയും ഹദീസിനും എതിർത്തുകൊണ്ട് ഈ സംഘടനയുടെ താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ അതാണ് വിരോധിക്കപ്പെട്ടിട്ടുള്ള ഹിസ്ബിയത്ത്. അപ്പൊ ഈ ഹിസ്ബിയത്താണ് ഒരു സംഘടനയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കല് അല്ലെങ്കിൽ ഒരു മെമ്പറായി ചേരല്. അതെന്താ? ഹിസ്ബിയത്താണ്, അതുകൊണ്ട് പാടില്ല എന്ന രണ്ടാമത്തെ ന്യായം ബാലിശമാണ്, നിരർത്ഥകമാണ്. അത് വിഷയത്തെ സംബന്ധിച്ച് സൂക്ഷ്മമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇത് ഇങ്ങനെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, ഇത് ഹിസ്ബിയത്ത് അല്ല എന്നാണ്. മൂന്നാമത്തെ കാര്യം, ഇനിയിപ്പോ ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ മുഹമ്മദ് നബിന്റെ കാലത്ത് ഇങ്ങനെ പ്രസിഡന്റ്, സെക്രട്ടറി, എക്സിക്യൂട്ടീവ്, കൗൺസില് ഇങ്ങനെയൊക്കെ ഉണ്ടോ? അതൊന്നും. അപ്പൊ അതുകൊണ്ട് അത് ബിദ്അത്തല്ലേ എന്നാണ് ചില ആളുകൾ സംശയം ഉന്നയിക്കാറുള്ളത്. അങ്ങനെ ഒരു സംഘടന ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ നബി. എന്നാൽ ഇവിടെ നബിന്റെ കാലത്ത് ഇല്ലാത്ത പലതും ഇങ്ങനെ ഉന്നയിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഉദാഹരണം, പള്ളിയിൽ ഒരു പുസ്തകം എടുത്തിരുന്നിട്ട് അതിങ്ങനെ വായിക്കുക, അതാണ് ദഅവത്ത് നടത്തേണ്ടത്, വേറൊന്നും ചെയ്യേണ്ടതില്ല. ഇങ്ങനെ ഒരു പള്ളിയിൽ ഒരു പുസ്തകം എടുത്തിരുന്ന് വായിച്ച് ആ പുസ്തകം വായിക്കല്ലാതെ ഖുർആനും ഹദീസും മനസ്സിലാക്കി പൂർവികരായ ആളുകൾ മനസ്സിലാക്കിയതുപോലെ അങ്ങനെ വിശദീകരിച്ചു കൊടുക്കുക, അത് പറ്റില്ല. നേരെ മറിച്ച് ഒരു ഉസൂൽ സലാസ അല്ലെങ്കിൽ അഖീദത്തുൽ വാസിത്തിയ്യ, പിന്നെ ഇതുപോലുള്ള പിന്നെ എന്തെങ്കിലും ഫത്ഹുൽ മജീദ്, ഇങ്ങനത്തെ ഏതെങ്കിലും ആളുകൾ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം അത് എടുത്തു വെച്ച് വായിക്കുക. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ബുക്ക് നോക്കി വായിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. നബിന്റെ കാലത്ത് അങ്ങനെ ഒരു ബുക്ക് വായിക്കുന്ന ഒരു ഉസൂലുസ് സലാസ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമോ അല്ലെങ്കിൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്നിട്ടൊരു പുസ്തകമോ അങ്ങനെ വായിച്ചു കൊടുത്തിട്ടില്ലല്ലോ. പക്ഷെ അതൊന്ന് ചെയ്യുന്നുണ്ട് പള്ളികളിൽ വെച്ചിട്ട്. അതേപോലെ തന്നെ പിന്നെ അബൂബക്കർ സിദ്ദീഖോ ഖുലഫാഉർ റാഷിദീങ്ങൾ ആരെങ്കിലും ഒരു പുസ്തകം നോക്കി വായിച്ചു കൊടുത്തിട്ടുണ്ടോ? അതും അവരാരും ചെയ്തിട്ടില്ല, അവരും ചെയ്തിട്ടില്ല. സഹാബികൾ ഇങ്ങനെ പുസ്തകം എടുത്തിട്ട് ഇങ്ങനെ നോക്കി വായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നോ? അതും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ അത് പിൽക്കാലത്ത് ഉണ്ടായി തീർന്നിട്ടുള്ളതാണ്. ഇങ്ങനെ ഈ കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും വന്ന കാര്യങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ വിഷയങ്ങളാക്കിയിട്ട് എഴുതുകയും എന്നിട്ട് ആ പുസ്തകങ്ങൾ, ആ ഗ്രന്ഥങ്ങൾ അത് വായിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം പിൽക്കാലത്തുണ്ടായി. അത് സ്വീകരിച്ചു വരുന്നു. നബിന്റെ കാലത്ത് ഇത്ര വ്യാപകമായി ഇങ്ങനെ എഴുതുന്ന സമ്പ്രദായം ഉണ്ടായിട്ടില്ല. മാത്രമല്ല അന്ന് ഇങ്ങനത്തെ ഒരു അവസ്ഥയും ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഇതേപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ആളുകളെ സംഘടിപ്പിച്ചിരുന്നു. ആ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലശേഷം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ സംഘടിച്ചു നീങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ശേഷമാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം. മുസ്ലിമീങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം മുസ്ലിമീങ്ങൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞുകൂടുമ്പോൾ അവരെന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഇവരിങ്ങനെ സംഘടിച്ചു നീങ്ങണോ, ഒറ്റക്കൊറ്റക്ക് നിൽക്കുകയാണോ വേണ്ടത്? ആ ഘട്ടത്തിലാണ് പണ്ഡിതന്മാര് ഫത്വ നൽകിയതും നിങ്ങൾ സംഘടിക്കണം, ഒരു നേതൃത്വത്തിന് കീഴിൽ സംഘടിച്ചു നീങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംഘടിക്കൽ എന്തല്ല, അത് ഹിസ്ബിയത്തല്ല, അത് പിന്നെ വിരോധിക്കപ്പെട്ട കാര്യമല്ല.
പിന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹത്തോട് ഒരു ചോദ്യം, ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഇബ്നു ബാസിന് ലഭിക്കുകയും അദ്ദേഹം അതിനൊക്കെ വ്യക്തമായ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഉദ്ധരിച്ച ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ദഅവത്ത് നടത്താൻ വേണ്ടി സംഘടന രൂപീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്ന് കുവൈത്തിൽ നിന്നുള്ള ചില ആളുകൾ എഴുതി ചോദിച്ചതിന് ദീർഘമായി 3-4 പേജുകളിലുള്ള അദ്ദേഹത്തിന്റെ മറുപടി, ആ മറുപടിയിൽ അദ്ദേഹം അവസാനം പറയുന്നത് ഇപ്രകാരമാണ്. പിന്നെ ഇന്ന് കാണപ്പെടുന്നത് പോലെ തൗഹീദിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന പിന്നെ ഏതെങ്കിലും സംഘടനകൾ, ആ സംഘടനകളുടെ കൂടെ നിലകൊള്ളുകയാണ് വേണ്ടത്, നേരെ മറിച്ച് അതിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുകയല്ല വേണ്ടത്. ഹുദൈഫയുടെ ഹദീസിന്റെ താല്പര്യം അതാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പൊ തൗഹീദിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന ഏതൊരു കക്ഷി ഏതൊരു പ്രദേശത്ത് നിലകൊള്ളുന്നുവോ ആ കക്ഷിയുടെ കൂടെ നിങ്ങൾ നിലകൊള്ളണം, ആ കക്ഷിയിൽ നിങ്ങൾ നിലകൊള്ളണം എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തോടൊരു ചോദ്യം, ഇബ്നു ബാസിനോട്. ഒരു പ്രദേശത്ത് പിന്നെ ഒരു സംഘടനയുണ്ട്, ജമാ എന്ന് അവിടെ ഉപയോഗിച്ചുള്ള ജമാഅത്ത് എന്നത് സംഘം എന്ന അർത്ഥം പറയാം, സംഘടന എന്നും അർത്ഥം പറയാം. സംഘടന തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നതിന് അദ്ദേഹത്തിന്റെ മറുപടി വായിച്ചാൽ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ആ സംഘടനയാണ് നിലവിലുള്ള സംഘടനകളിൽ താരതമ്യേന മെച്ചപ്പെട്ടത്. എന്നാൽ നാട്ടിലുള്ള സാഹചര്യമാകട്ടെ ഫിത്നയും ഫസാദും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടാണ് നാട്ടിലുള്ളത്. നിലവിലുള്ള സംഘടനകളിൽ താരതമ്യേന മെച്ചപ്പെട്ടത് ഇന്ന സംഘടനയാണ് എന്നൊരാൾക്ക് ബോധ്യം ഉണ്ട് താനും. ഈ സാഹചര്യത്തിൽ അയാൾക്ക് ഈ സംഘടനയിൽ പിന്നെ ചേരാമോ എന്നാണ്. അതിന് ഷെയ്ഖ് ഇബ്നു ബാസ് നൽകുന്ന മറുപടി അൽ ഇന്തിസാബു ഇലൈഹാ തയ്യിബ്, ആ സംഘടനയിൽ ചേരൽ നല്ലതാണ് എന്നാണ്. ആ സംഘടനയിൽ ചേരൽ നല്ലതാണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം അതിനുള്ള ന്യായം പറയുന്നത്, ഒരു സംഘടനയിൽ ഒരാൾ ചേരുക എന്ന് പറഞ്ഞാൽ ആ സംഘടനയുടെ മബാദി, അതിന്റെ ഉസൂല് എന്ന് പറഞ്ഞാൽ ആ സംഘടനയുടെ പിന്നെ അഹ്ദാഫും ഉസൂലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും, അതേപോലെ തന്നെ അടിസ്ഥാന തത്വങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ഒരു KNM ആണെങ്കിൽ KNMന്റെ ഭരണഘടനയിൽ അതിന്റെ ലക്ഷ്യങ്ങൾ ഉണ്ടാവും, അതേപോലെ തന്നെ അതിന്റെ ചില അടിസ്ഥാന നിയമങ്ങൾ തത്വങ്ങൾ ഉണ്ടാവും. ഇത് സ്വീകരിക്കുവാൻ മെമ്പറായി ചേരുന്ന ആള് ബാധ്യസ്ഥനാണ്. അത് ഖുർആനും സുന്നത്തും പഠിക്കാനും അത് പ്രബോധനം ചെയ്യാനും അതിന്റെ മാർഗത്തിൽ സഹകരിക്കാനും തയ്യാറാണ്. അതാണ് സംഘടനയുടെ ലക്ഷ്യം. അതാണ് ഇതിൽ ചേരുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ അയാൾക്ക് ബാധ്യതയായി വരുന്നത്. അപ്പൊ അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ബാധ്യതയാണല്ലോ ഖുർആനും സുന്നത്തും പഠിക്കലും അത് പ്രചരിപ്പിക്കലും തന്റെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കാൻ സഹായകമായി തീരുകയാണ് ചെയ്യുക ഏത്, അയാൾ ഈ സംഘടനയിൽ ചേരുക വഴി. അതുകൊണ്ട് അൽ ഇന്തിസാബു ഇലൈഹാ തയ്യിബ്, ആ സംഘടനയിൽ ചേരൽ നല്ലതാണ്. പക്ഷെ സംഘടനയിൽ ചേരുക എന്ന് പറഞ്ഞാൽ അത് ഒരു വെറും ഞാൻ ആ സംഘടനന്റെ ആളാന്ന് പറഞ്ഞ് നടക്കലല്ല. നേരെ മറിച്ച് ആ സംഘടനയുടെ ലക്ഷ്യം അയാൾ മനസ്സിലാക്കണം, അതേപോലെ തന്നെ അതിന്റെ ഉസൂല് മബാദി അടിസ്ഥാന തത്വങ്ങൾ അയാൾ മനസ്സിലാക്കണം. അപ്പോഴേ ഞാൻ ആ സംഘടനന്റെ ആളാണ് എന്ന്